അനിമേഷൻ ഗ്രാഫിക് ഡിസൈൻ എന്നുള്ള ഒരു വേർഡ് പലരും കേട്ടിട്ടുണ്ടായി. അനിമേഷൻ കേട്ടിട്ടുണ്ട്, ഗ്രാഫിക് ഡിസൈനിങ് കേട്ടിട്ടുണ്ട്. അതിലുള്ള കരിയർസിലോട്ട് പോവാം. Stay tuned with me as the slide shows. Okay. So first of all, നമുക്ക് ഗ്രാഫിക് ഡിസൈനിലോട്ട് പോവാം. ഗ്രാഫിക് ഡിസൈൻ എന്താണ്? ഗ്രാഫിക് ഡിസൈൻ അതിന്റെ ടോപ്പിക്സ് എന്തൊക്കെയാണ്, സോഫ്റ്റ്വെയർസ് എന്തൊക്കെയാണ് നമുക്കിവിടെ കാണാം. ഗ്രാഫിക് ഡിസൈൻ എന്ന് പറയുന്ന ആ ഒരു മേഖല, ആ ഒരു ഫീൽഡ് എന്ന് പറയുന്നതിനകത്ത് നമുക്ക് ബേസിക്കലി നമുക്ക് സോ മെനി സോഫ്റ്റ്വെയർസ് ഉണ്ട്. അപ്പോൾ അതിൽ കുറച്ച് സോഫ്റ്റ്വെയർസ് മാത്രമാണ് നമ്മളിപ്പോൾ ഇവിടെ പറയുന്നത്. കൗണ്ട്ലെസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് കുറേ ഉണ്ട്. സോ ബേസിക്കലി നമുക്ക് അതിന്റെ ഒരു സ്ട്രക്ചർ പറയുവാണെങ്കിൽ ടോപ്പിക്സ് ആൻഡ് സോഫ്റ്റ്വെയർസിൽ ടോപ്പിക്സ് ഫസ്റ്റ് വൺ ഡിസൈൻ ഫണ്ടമെന്റൽസ്. ഡിസൈൻ ഫണ്ടമെന്റൽസ് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഇവിടെയും നമുക്കൊരു എക്സാമ്പിൾ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. സോ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ അതിന്റെ ഒരു ഫൗണ്ടേഷൻ വേണം. സോ സിമിലർലി നമുക്കൊരു ഗ്രാഫിക് ഡിസൈനിങ് അല്ലെങ്കിൽ ആനിമേഷന്റെ ഒരു കരിയറിലോട്ട് സ്റ്റാർട്ട് ചെയ്യണം, കരിയറിലോട്ട് നമുക്ക് എൻട്രി ചെയ്യണമെങ്കിൽ അത് നമുക്ക് നമ്മുടെ ആയിട്ടുള്ള ബേസിക്സ് ഉണ്ടാവണം, നമ്മുടെ ആയിട്ടുള്ള ഫൗണ്ടേഷൻ ഉണ്ടാവണം. സ്ട്രോങ് ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. അതുപോലെ നമുക്ക് ഗ്രാഫിക് ഡിസൈനിലോട്ട് ഇറങ്ങുന്നതിനുള്ള ഫൗണ്ടേഷൻസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഡിസൈൻ ഫണ്ടമെന്റൽസ്. അവിടെ നമ്മൾ കവർ ചെയ്യുന്നത് ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ കളറിനെ കുറിച്ചുള്ള ഒരു ഇൻഡെപ്ത് നോളജ് നമുക്ക് അവിടെ അക്വയർ ചെയ്യാൻ പറ്റും. ഇൻഡെപ്ത് നോളജ് ഇൻ ദ സെൻസ് നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്ത് പറയുവാണെങ്കിൽ കളർ എന്ന് പറയുന്നതിനകത്ത് തന്നെ കുറെ ടോപ്പിക്സ് ഉണ്ട്. കളർ തിയറി, കളർ സൈക്കോളജി, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. കളർ വീൽ ഡിസൈൻ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ പ്രൈമറി കളേഴ്സും സെക്കൻഡറി കളേഴ്സും ടേർഷ്യറി കളേഴ്സിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ട്. സോ പ്രൈമറി കളേഴ്സ്, ടേർഷ്യറി കളേഴ്സ്, സെക്കൻഡറി കളർ എന്ന് പറയുമ്പോൾ കുറച്ച് പേരെങ്കിലും സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടാവും. സ്കൂൾ കാലങ്ങളിൽ, സ്കൂൾ തലങ്ങളിൽ ഏതെങ്കിലും ക്ലാസ്സിൽ നമ്മളത് കവർ ചെയ്തിട്ടുണ്ടാവും ടോപ്പിക്സ്. സോ അതാണ് ഡിസൈൻ ഫണ്ടമെന്റൽസിനകത്ത് വരുന്ന കാര്യങ്ങൾ. പിന്നെ ലോ ഓഫ് ഡിസൈൻ, ലോ ഓഫ് ബാലൻസിങ്, ലോ ഓഫ് സിമെട്രി, ലോ അസിമെട്രിക്കൽ ഡിസൈൻ, സിമെട്രിക്കൽ ഡിസൈൻ, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. സോ ആ ഒരു ഫണ്ടമെന്റൽസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഡിസൈനിനെ നോക്കുന്ന രീതി, നോക്കുന്ന ആ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ നോക്കുന്ന പെർസെപ്ഷൻ, പെർസ്പെക്റ്റീവ്, ഇത് ആ ഒരു കോൺസെപ്റ്റ് മാറും. നോർമലി ഒരാൾ നോക്കുന്ന ഒരു കോൺസെപ്റ്റിലായിരിക്കില്ല നമ്മളൊരു ഡിസൈനെ നോക്കുന്നത്. ലൈക്ക് ഫോർ എക്സാമ്പിൾ ലോഗോ നോക്കുമ്പോഴത്തേക്ക് വളരെ പല വലിയ വലിയ കമ്പനികളുടെ ലോഗോസ് ഉണ്ടാവും, ചെറിയ ചെറിയ കമ്പനികളുടെ ലോഗോസ് ഉണ്ടാവും. ലോഗോസ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും സിമ്പിൾ, ഒരു സിമ്പിൾ ഉണ്ട്, ഒരു പേരുണ്ട്. പക്ഷെ അങ്ങനെയല്ല. അതിന്റെ പുറകിൽ നല്ല ഹാർഡ് വർക്ക് ചെയ്ത് കുറെ കാര്യങ്ങളെ കുറിച്ചുള്ള വർക്ക്ഔട്ട് ചെയ്തിട്ടാണ് ആ ഒരു ലോഗോ അവിടെ ഡിസൈൻ ചെയ്യപ്പെടുന്നത്, ഡെവലപ്പ് ചെയ്യപ്പെടുന്നത്. ലൈക്ക് ഒരു കമ്പനിയെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ചെറിയൊരു ലോഗോ ആണ്, ചെറിയൊരു സിമ്പിൾ ആണ് ആ ലോഗോ എന്ന് പറയുന്നത്. സോ അതിന്റെ പുറകിൽ കുറെ ഹാർഡ് വർക്ക്സ് ഉണ്ട്. ഈ ലോഗോ എന്ത് ഡെപ്പിക്ട് ചെയ്യണം, എന്തൊക്കെ ഇൻഫർമേഷൻസ് പാസ് ചെയ്യണം ഒരാൾ കാണുമ്പോൾ, എന്തൊക്കെ സിംബലൈസേഷൻസ് ഉണ്ട് അതിനുള്ളിൽ, ഇങ്ങനെ കുറെ കാര്യങ്ങളെ കുറിച്ച് ഒരു എക്സാമ്പിൾ പറയുന്നതാണ് ഡിസൈൻ ഫണ്ടമെന്റൽസ് എന്ന് പറയുന്ന ഒരു പോയിന്റ്. ആൻഡ് നമുക്ക് ഇനി സോഫ്റ്റ്വെയർസിലോട്ട് വരാം. സോഫ്റ്റ്വെയർസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഫസ്റ്റ് വൺ അഡോബ് ഫോട്ടോഷോപ്പ്. അഡോബ് എന്നൊരു ഫാമിലി ഉണ്ട്. ആ ഫാമിലിയുടെ കീഴിലുള്ള കുറെ സോഫ്റ്റ്വെയർസ് നമുക്ക് ഇവിടെ തന്നെ നേരിട്ട് കാണാം. ഫോട്ടോഷോപ്പ് ഉണ്ട്, ഇല്ലസ്ട്രേറ്റർ ഉണ്ട്, ഇൻഡിസൈൻ ഉണ്ട്. ഈ മൂന്നെണ്ണം ഒരു ഫാമിലിയുടെ കീഴിലുള്ളതാണ്. സോ നമുക്കെല്ലാം ഒരു ഫാമിലി നെയിം ഉള്ളത്. നമ്മുടെ എല്ലാ ഫാമിലി നെയിം എന്റെ ലൈക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഫിലിപ്പ് വർഗീസ് എന്നൊരു പേരാണ്. അപ്പൊ ആ പേരിന്റെ സൈഡ് സെക്കൻഡറി ആയിട്ട് വരുന്നുണ്ട്. ഫസ്റ്റ്ലി എന്റെ പേര് വരും എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് ആണ് സോഫ്റ്റ്വെയർസിന്റെ കമ്പനി ഫാമിലി നെയിം വരുന്നത്. സോഫ്റ്റ്വെയറിന്റെ ഫാമിലി നെയിം ആദ്യം വരും ആൻഡ് ആ പേര് എക്സാക്ട് ആ സോഫ്റ്റ്വെയറിന്റെ പേര് സെക്കൻഡ്ലി വരും. അപ്പൊ അതുപോലെയാണ് നമുക്ക് നോക്കുന്നത്. അഡോബിന്റെ ഒരു കമ്പനിയുണ്ട്, ആ ഒരു ഫാമിലിയിലുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഫോട്ടോഷോപ്പ്. ഫോട്ടോഷോപ്പ് കേട്ടില്ലാത്തവർ ആരും കാണില്ല. സോ ഫോട്ടോഷോപ്പിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നുള്ളത് താഴോട്ട് വരുമ്പോൾ പറഞ്ഞുതരാം. ബേസിക്കലി പറഞ്ഞാൽ ഫോട്ടോഷോപ്പിൽ നമുക്ക് ഡിസൈൻസ് ചെയ്യുന്ന എന്തൊക്കെ, ബ്രോഷേഴ്സ് ഡിസൈൻ ചെയ്യാം, പിന്നെ വിസിറ്റിംഗ് കാർഡ്സ് ഡിസൈൻ ചെയ്യാം, അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ഡിജിറ്റൽ പെയിന്റിംഗ് ചെയ്യാം. അത് വിത്ത് പിക്ചർ നമുക്ക് താഴോട്ട് വരുന്ന സ്ലൈഡ്സിൽ നമുക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് കമ്മിങ് അഡോബ് ഇല്ലസ്ട്രേറ്റർ. അഡോബ് ഇല്ലസ്ട്രേറ്റർ എന്ന് പറയുമ്പോൾ അതിൽ ബേസിക്കലി അഡോബ് ഇല്ലസ്ട്രേറ്റർ ആൻഡ് കോറൽഡ്രോ പറയുമ്പോൾ ഈ രണ്ട് സോഫ്റ്റ്വെയർ ഞാൻ ഒരുമിച്ചെടുക്കുന്നുണ്ട്. ഒരുമിച്ചെടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ദീസ് ടു കംസ് അണ്ടർ ദ കാറ്റഗറി ഓഫ് വെക്ടർ ഡിസൈൻ. സോ ഫോട്ടോഷോപ്പിനെ നമ്മൾ റാസ്റ്റർ ഡിസൈൻ എന്നുള്ള കോൺസെപ്റ്റിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇല്ലസ്ട്രേറ്റർ ആൻഡ് കോറൽഡ്രോയെ നമ്മൾ വെക്ടർ ഡിസൈൻ എന്ന് പറയുന്നത്. ബേസിക്കലി ഇപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിംപ്ലി പറഞ്ഞാൽ ഫോട്ടോഷോപ്പ് എന്ന് പറഞ്ഞാൽ പിക്സലേഷൻ എന്നൊരു കാറ്റഗറി. നമ്മൾ എടുക്കുന്ന ഓരോ ഇമേജും, നമ്മുടെ ഫോണിൽ എടുക്കുന്ന ഓരോ ഇമേജസ്, ഫോട്ടോസ്, ഇതെല്ലാം പിക്സൽ ബേസ്ഡ് ആണ്. ലൈക്ക് നമ്മളിപ്പോ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഇമേജ് പോലും നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു മോണിറ്ററിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്, പിക്സൽസ് ആണ്. ആ പിക്സൽസിൽ കളർ ഫിൽ ചെയ്തിട്ടാണ് നമുക്കിപ്പോ ഈ ഓരോ ലെറ്റേഴ്സ് കാണുന്നതും ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഓരോ ലെറ്ററിന്റെയും ലെഫ്റ്റ് സൈഡിലുള്ള ഒരു ബുള്ളറ്റ്സ് കാണുന്നത്, ഓറഞ്ച് കളറിലെ ബുള്ളറ്റ് സർക്കിൾസ് കാണുന്നത്, ഓരോ കളറും ഡിഫൈൻ ചെയ്ത് കാണിക്കുന്നത് പിക്സൽസിന്റെ ഒരു മേന്മയാണ്, അതിന്റെ ക്വാളിറ്റിയാണ്. ഓക്കെ, സോ അപ്പൊ അത് തന്നെയാണ് ഇവിടെ ഫോട്ടോഷോപ്പിനെ കുറിച്ച് പറയാം. ഫോട്ടോഷോപ്പ് എന്ന് പറയുന്നത് ആ ക്വാളിറ്റി പറയുന്നത് പിക്സൽ ക്വാളിറ്റി വെച്ച് ഒരു ഇമേജിനെ ഒരു വ്യൂവറിന് കാണിച്ചു കൊടുക്കുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസിന്റെ ഡിസ്പ്ലേ ആ ചെയ്യുന്ന പ്രോപ്പർട്ടി പിക്സൽസ് വെച്ച് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്ത് കാണിക്കുന്ന പിക്സൽസ് യൂസ് ചെയ്ത് കാണിക്കുന്ന ആ പ്രോപ്പർട്ടി ഉള്ള സോഫ്റ്റ്വെയർസിനെല്ലാം
നമുക്ക് പറയാൻ പറ്റും ദോസ് ആർ കമ്മിങ് അണ്ടർ ദ കാറ്റഗറി ഓഫ് റാസ്റ്റർ ഡിസൈൻ. റാസ്റ്റർ ഡിസൈൻ എന്ന് പറയും. റാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇമേജിന്റെ ഫോർമാറ്റ്സ് എല്ലാം റാസ്റ്റർ ഡിസൈൻസ് എന്ന് പറയും. നെക്സ്റ്റ് ഇല്ലസ്ട്രേറ്റർ. ഇല്ലസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ വെക്ടർ ഡിസൈൻ ആണ്. വെക്ടർ ഡിസൈനിനെ പ്രത്യേകം എടുത്ത് പറയാൻ കാരണം നമ്മൾ ചില ഫോട്ടോസ് നമ്മൾ കാണുമ്പോൾ സൂം ചെയ്ത് കമ്പ്യൂട്ടറിലൊക്കെ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ സൂം ചെയ്ത് നോക്കുമ്പോൾ ക്ലാരിറ്റി ഇല്ലാതെ ബോക്സ് ആയിട്ട് കാണുന്നത് കാണാം, അതിന്റെ അഡ്ജസ്റ്റ് അല്ല. അപ്പൊ അതുകൊണ്ടാണ് അത് നമുക്ക് പിക്സലേഷൻ ക്വാളിറ്റി കുറവാണ്, പ്ലസ് ഇത് റാസ്റ്റർ ഫോട്ടോയാണ് അതുകൊണ്ട്. പക്ഷെ ഇല്ലസ്ട്രേറ്റർ എന്നുള്ള സോഫ്റ്റ്വെയറിൽ ഞാൻ നേരത്തെ പറഞ്ഞു, കുറച്ച് മുമ്പ് ഒരു 2 സെക്കൻഡ് മുമ്പ് പറഞ്ഞാണ്, ലോഗോ ഡിസൈനിങ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് സോഫ്റ്റ്വെയർ ആണ് ഈ വെക്ടർ ഡിസൈൻ വെക്ടർ ഡിസൈൻ കാറ്റഗറി വരുന്ന ഇല്ലസ്ട്രേറ്ററും കോറൽ ഡ്രോയിങ് ലോഗോ ഡിസൈൻ. അപ്പോൾ വെക്ടർ സോഫ്റ്റ്വെയർസിലാണ് ലോഗോ ഡിസൈൻ ചെയ്യാൻ ഏറ്റവും ഈസി. വൈ? ബിക്കോസ് നമുക്ക് ലോഗോസ് അല്ല വേറെ കുറെ ഡിസൈൻസ് നമുക്ക് ചെയ്യാം. ക്ലിപ്പ് ആർട്സ് ചെയ്യാം, ലൈക്ക് പവർ പോയിന്റിലും വേർഡിലും മൈക്രോസോഫ്റ്റ് വേർഡ്, അപ്പൊ അങ്ങനെയുള്ള എല്ലാ സോഫ്റ്റ്വെയർസിലും നമുക്ക് കുറെ ക്ലിപ്പ് ആർട്സ് കാണാം. അല്ലാതെ തന്നെ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ക്ലിപ്പ് ആർട്സ് കാണാൻ പറ്റും. സോ ഈ ക്ലിപ്പ് ആർട്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് അഡോബ് ഇല്ലസ്ട്രേറ്റർ അല്ലെങ്കിൽ കോറൽ ഡ്രോ പോലുള്ള സോഫ്റ്റ്വെയർസിലാണ്. വൈ? ബിക്കോസ് ക്ലിപ്പ് ആർട്സ് എന്ന് പറയുമ്പോൾ സിംപ്ലി അത് സിമ്പിൾ ഡിസൈൻസ് ആണ്. ആ സിമ്പിൾ ഡിസൈൻസ് എന്ന് പറയുമ്പോൾ ലൈൻസ് വെച്ചിട്ട് ഡിസൈൻസ് ആണ് വിത്ത് സിമ്പിൾ കളേഴ്സ് ആണ്. അപ്പൊ അത് വരച്ചെടുക്കാൻ ലൈൻസ് വരയ്ക്കാനും എല്ലാം ഈസി ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് രണ്ടെണ്ണം ഇല്ലസ്ട്രേറ്ററും കോറൽ ഡ്രോയും ആണ്. അഡോബ് ഫോട്ടോഷോപ്പിലും പറ്റും, പക്ഷെ അതിനേക്കാളും സോഫിസ്റ്റിക്കേറ്റഡ്ലി യൂസ് ചെയ്യുന്ന അതിനുവേണ്ടി ആ പർപ്പസിന് വേണ്ടി ഇറങ്ങിയിരിക്കുന്ന സോഫ്റ്റ്വെയർസ് ഇല്ലസ്ട്രേറ്റർ പോലുള്ള സോഫ്റ്റ്വെയർസ് ആണ്. കോറൽ ഡ്രോ പോലുള്ള വേറൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. അങ്ങനെ കുറെ സോഫ്റ്റ്വെയർസ് ഉണ്ട്. രണ്ടെണ്ണം നമുക്ക് വെക്ടർ ഡിസൈനിന്റെ പറയാം, അഡോബ് ഇല്ലസ്ട്രേറ്ററും അഡോബ് കോറൽ ഡ്രോയും. സോ ലോഗോ ഡിസൈനിങ് ചെയ്യാൻ പറ്റും. ഇതിനെന്താ പറയാവുന്ന കാര്യം, ലോഗോ ഡിസൈനിങ് ചെയ്യാൻ പറ്റും മാത്രമല്ല ലോഗോ ഡിസൈനിങ് ഈ ഒരു സോഫ്റ്റ്വെയർസിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, ഫോട്ടോഷോപ്പിൽ ചെയ്യാൻ പാടില്ല. വൈ? ബിക്കോസ് നമ്മൾ ഇല്ലസ്ട്രേറ്ററിൽ ചെയ്യുന്ന ഒരു ലോഗോ ഞാനിപ്പോ എന്റെ ഒരു നെയിലിന്റെ അത്രയും വലുപ്പത്തിലായിരിക്കും ചെയ്യുന്നത്. എന്റെ കയ്യിലെ ഒരു മെയിൻ ഫിംഗറിലെ ഒരു നെയിലിന്റെ അത്രയും വലുപ്പത്തിലായിരിക്കും ആ ഒരു പേജിലായിരിക്കും ഞാൻ ഡിസൈൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങളിപ്പോ ഒരു ഡിസൈൻ പേപ്പറിൽ ഒരു ചെറിയൊരു ഡയറിയിൽ വരയ്ക്കുന്ന ഒരു ഡ്രോയിങ്ങും അല്ലെങ്കിൽ ഒരു മാറ്ററും അത് വലിയൊരു വോളയിൽ നമ്മൾ വരയ്ക്കുന്ന മാറ്ററും തമ്മിൽ ഒരു സൈസ് ഡിഫറൻസ് ഉണ്ടെന്ന് പറയുന്നത് പോലെ നമ്മൾ ഒരു നോട്ടീസിന്റെ സൈസ് ആയിരിക്കില്ല ഒരു ഫ്ലെക്സ് ഡിസൈൻ ചെയ്യുമ്പോൾ അതിന്റെ സൈസ് എന്ന് പറയുന്ന പോലെ നമുക്ക് ഒരു ലോഗോ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ലോഗോ എന്ന് പറയുന്നത് ഇവിടൊക്കെ വരാം. ഒരു കമ്പനിക്ക് ആ കമ്പനിയുടെ ക്യാപ്പിൽ വരാം, ആ കമ്പനിയുടെ ടീഷർട്ട് ഇടുമ്പോൾ ടീഷർട്ടിന്റെ ചെസ്റ്റിൽ വരാം, പിന്നെ അതിന്റെ പ്രൊഡക്ട്സ് കൊണ്ടുപോകുന്ന ഇപ്പൊ ഒരു ബ്രെഡിന്റെ വാൻ ആണെങ്കിൽ ബ്രെഡ് കൊണ്ടുപോകുന്ന ബ്രെഡ് ഡെലിവറി വാൻ ആണെങ്കിൽ ആ ബ്രെഡിന്റെ കമ്പനിയുടെ അല്ലെങ്കിൽ മിൽക്ക് വാൻ ഉണ്ടെങ്കിൽ മിൽക്ക് വാനിന്റെ ഒരു വെളിയിൽ ആ ഒരു ബോഡിയിൽ ആ വാനിന്റെ ബോഡിയിൽ ഓട്ടോഗ്രാഫിക്സ് പോലെ ക്ലിക്ക് മീൻസ് സ്റ്റാമ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡിസൈൻസ് ഉണ്ടാവും. അപ്പൊ അന്നേരം ആ ലോഗോ കുറച്ചുകൂടി വലുതായിട്ട് വരണം. ചിലപ്പോൾ അത് ഒരു ജംഗ്ഷനിൽ മെയിൻ ഇപ്പം നമുക്ക് എറണാകുളത്ത് ഉള്ളവർക്ക് അറിയാമായിരിക്കും വൈറ്റ്ല ജംഗ്ഷനിലൊക്കെ മിക്കവാറും വലിയ മീൻസ് 50 ഫീറ്റ് 100 ഫീറ്റിന്റെ ആ ഒരു ഡയമെൻഷനിലുള്ള സിനിമ ഫ്ലെക്സസ് കൊണ്ട് തൂക്കിയിട്ട് കണ്ടിട്ടുണ്ടാവും. അപ്പൊ അത്രയും സൈസിലൊക്കെ ചിലപ്പോൾ ഒരു ലോഗോ തന്നെ കാണിക്കേണ്ടി വന്നേക്കാം. ചിലപ്പോൾ അങ്ങനെ കാണിക്കേണ്ടി വരുന്ന റീസൺസ് എന്ന് പറഞ്ഞാൽ മിക്കവാറും നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും. ന്യൂസ് പേപ്പറിൽ പുതിയൊരു ഫോൺ അല്ലെങ്കിൽ പുതിയൊരു ഡിവൈസ് എന്തെങ്കിലും വരുമ്പോൾ ആദ്യം ഫ്രണ്ട് പേജിൽ കംപ്ലീറ്റ്ലി അതിന്റെ ലോഗോ മാത്രമായിരിക്കും ആദ്യം കാണുന്നത്. പിന്നെ നെക്സ്റ്റ് ഒരു 1 വീക്കിലേക്ക് ഇത് തന്നെ കാണും. നെക്സ്റ്റ് അടുത്ത ദിവസമായിരിക്കും മീൻസ് 1 വീക്കിന് ശേഷമായിരിക്കും അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ആ പേപ്പറിൽ വരുന്നത്. കാരണം വെച്ചാൽ നമ്മളെ കുറച്ചുകൂടെ അതിനകത്ത് ആൻസൈറ്റി കൊണ്ടുവരാൻ വേണ്ടി അവർ ചെയ്യുന്നതാണ്. അപ്പം കണ്ടല്ലോ ആ ഒരു സിംഗിൾ പേപ്പറിൽ ആ ഒരു ഫ്രണ്ട് പേജ് കംപ്ലീറ്റ് ആ ലോഗോ വരാൻ വേണ്ടിയുള്ള വലുപ്പത്തിൽ ആ ഒരു ഡിസൈൻ ചെയ്യണം. അപ്പോൾ ഫോട്ടോഷോപ്പിൽ നമ്മൾ ഒരു പ്രത്യേക സൈസിൽ നമ്മളത് ആ ഒരു ലോഗോ ചെയ്യുകയാണെങ്കിൽ നമ്മളത് പിന്നെ നമ്മൾ അന്നേരം ആലോചിക്കുന്നില്ല വലിയ സൈസിലോട്ട് അത് കൺവേർട്ട് ചെയ്തിട്ട് പ്രിന്റ് ചെയ്യണമെന്നൊന്നും ചിന്തിക്കുന്നില്ല. അപ്പൊ ഫോട്ടോഷോപ്പിൽ ചെയ്ത ഒരു ലോഗോ ആണെങ്കിൽ അതിന് നമ്മൾ പിന്നെ അത് സ്കെയിൽ ചെയ്ത് വലുതാക്കി വേറെ എവിടെയെങ്കിലും പ്രിന്റ് ചെയ്യുവാണെങ്കിൽ അപ്പോൾ അതിന്റെ ക്വാളിറ്റി പോകും. ലൈക്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുമ്പോൾ കിട്ടുന്ന ഒരു വൈറ്റ് കവർ ഉണ്ട് പ്ലാസ്റ്റിക്കിന്റെ. ആ പ്ലാസ്റ്റിക്കിന്റെ കവറിൽ ചിലപ്പോൾ ആ ഒരു വാങ്ങുന്ന സൂപ്പർ മാർക്കറ്റിന്റെ പ്രിന്റ് കാണും, ആ ഡിസൈൻ ആ ഒരു ലോഗോ കാണും. നമ്മൾ ആ ഒരു കവറിനെ ഒന്ന് നല്ലപോലെ ഒന്ന് വലിച്ച് ഡിസ്റ്റോർട്ട് ചെയ്യുവാണെങ്കിൽ ആ സ്റ്റിക്കർ ഉള്ള ഏരിയ ആ ഒരു ബ്രാൻഡ് നെയിം ഉള്ള ഏരിയ ചെയ്യുവാണെങ്കിൽ അതിന്റെ ആ ഒരു കളർ എങ്ങനെയാ പോകുന്നത് അതൊന്നും ആലോചിച്ചാൽ മതി. അതേപോലെ തന്നെയാണ് നമ്മളൊരു പിക്സലേഷൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ചെറിയൊരു ഫോട്ടോഷോപ്പിലുള്ള ചെറിയൊരു ഫോട്ടോയോ ഡിസൈനോ നമ്മൾ വലിയൊരു സൈസിലോട്ട് അതിനെ വലുതാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നത്. സോ അതിന്റെ ക്വാളിറ്റി പോകും, ഇറ്റ് വിൽ ലൂസ് ദ ക്വാളിറ്റി. ഓക്കെ, സോ ഇല്ലസ്ട്രേറ്റർ ആൻഡ് കോറൽ ഡ്രോ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർസിൽ നമ്മൾ എത്ര ചെറുതായിട്ട് വരച്ചാലും ആ മെയിൻ ഫയൽ നമ്മുടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ ഒരാളൊന്ന് പറയുവാണെങ്കിൽ 100 ഫീറ്റ് ഇൻറ്റു 50 ഫീറ്റിന്റെ ഒരു സൈസിൽ ഈ ലോഗോ ചെയ്യണം, ഓക്കെ നോ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് ഇല്ലസ്ട്രേറ്ററിൽ ആ ഒരു പേജ് സൈസ് എടുക്കുക, ആദ്യം ചെയ്ത ഡിസൈൻ ഇല്ലസ്ട്രേറ്ററിനകത്ത് അതിനെ ഓപ്പൺ ചെയ്യുക, ആ ഡിസൈനെ ആ വലിയ പേജ് സെറ്റ് ചെയ്തതിനകത്തോട്ട് കോപ്പി ചെയ്യുന്നു, വലുതാക്കുന്നു, ദെൻ ഗോ ടു പ്രിന്റ്. ഇതാണ് അത്രയേ ഉള്ളൂ കാര്യം. കോറൽ ഡ്രോയും സെയിം കേസാണ്. അതാണ് ആ ഒരു കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോഷോപ്പിന്റെ ഇല്ലസ്ട്രേറ്ററിന്റെ കോറൽ ഡ്രോയുടെ കേസ് പറയുന്നത്. നെക്സ്റ്റ് കംസ് അഡോബ് ഇൻഡിസൈൻ.
ഇൻഡിസൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി ഇൻഡിസൈനെ കുറിച്ച് ആദ്യം പറയുമ്പോൾ മനസ്സിലോട്ട് വരേണ്ടത് ന്യൂസ് പേപ്പർ ഏജൻസിയെ കുറിച്ച് ചിന്തിച്ചാൽ മതി. നമുക്ക് നാട്ടിൽ കുറെ ന്യൂസ് പേപ്പർ ഏജൻസി ഉണ്ട്, മനോരമയുണ്ട്, മംഗളമുണ്ട്, മാതൃഭൂമിയുണ്ട്, അങ്ങനെ കുറെ പിന്നെ ദേശാഭിമാനി, ടൈംസ് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ എക്സ്പ്രസ് നേരത്തെ ഉണ്ടായിരുന്നു, ഒക്കെ ഇപ്പോഴും ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറെ ന്യൂസ് പേപ്പേഴ്സ് ഉണ്ട്. ന്യൂസ് പേപ്പേഴ്സിന്റെ ഡിസൈൻ ഡെക്കൻ ക്രോണിക്കിൾ ഉണ്ട്, പിന്നെ ബാംഗ്ലൂർ മിറർ ഉണ്ട്, അങ്ങനെ കുറെ പേപ്പർ ഉണ്ട്. അപ്പോൾ ന്യൂസ് പേപ്പർ ഡിസൈൻസ് എന്ന് പറയുമ്പോൾ അവിടെ സാധാരണ നമ്മൾ പോസ്റ്റർ ഡിസൈൻസ് പറയുന്നതിനേക്കാളും ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ന്യൂസ് പേപ്പർ ഡിസൈൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, പോസ്റ്റർ ഡിസൈൻസ് എന്ന് പറയുമ്പോൾ പോസ്റ്റർ ഡിസൈൻസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്ന ആ ഒരു ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ്റ്റർ ഡിസൈൻസ് അല്ലെങ്കിൽ ഒരു മൂവി പോസ്റ്റർ അല്ലെങ്കിൽ ഒരു ചെറിയൊരു പോസ്റ്റർ ഫോർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ എന്തെങ്കിലും ഇവന്റ്സ് നടത്തുന്ന പോസ്റ്റർ ഒക്കെ കാണും. അപ്പോൾ അതിനെല്ലാം മെയിൻ ആയിട്ട് വരുന്നത് ഇമേജസ് ആയിരിക്കും കൂടുതൽ, പോസ്റ്റേഴ്സിൽ വരുന്നതല്ല. പക്ഷെ നമ്മൾ ആ പോസ്റ്റേഴ്സിൽ വരുന്ന ഇമേജസ് ആണ് കൂടുതലും, മാറ്റർ കുറവ്, മാറ്റർ ഇൻ ദ സെൻസ് ടെക്സ്റ്റ് കുറവായിരിക്കും. ഇവിടെ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ളത് ടെക്സ്റ്റ് ആണ് കൂടുതൽ. ഈ ഒരു സ്ലൈഡിൽ നിങ്ങൾ കാണുന്ന ടെക്സ്റ്റ് മാത്രമാണ്, ടോപ്പിക്സ്, സോഫ്റ്റ്വെയർസ്, ഗ്രാഫിക് ഡിസൈൻ എന്ന് പറയുന്ന ടെക്സ്റ്റുകൾ മാത്രമാണ്. അപ്പോൾ വേർഡ്സ് മാത്രമാണ്, ടെക്സ്റ്റ് ഞാൻ ഉദ്ദേശിച്ചത് വേർഡ്സിനെയാണ്. ഓക്കെ, അപ്പോ വേർഡ്സ് ആൻഡ് സെന്റൻസസ് എന്ത് പറയാം. സോ അതിനെ ടോട്ടലി ഞാൻ പറഞ്ഞാണ് ടെക്സ്റ്റ് എന്ന്. ഓക്കെ, അപ്പോ നമുക്ക് ഇൻഡിസൈൻ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ ടെക്സ്റ്റ് കൂടുതലായിരിക്കും, മാറ്റർ കൂടുതലായിരിക്കും. ലൈക്ക് ഇൻ ന്യൂസ് പേപ്പറിൽ നമ്മൾ ചെയ്യുന്നത് പോലെ അവിടെ ടെക്സ്റ്റ് കൂടുതലും പ്ലസ് എന്താ നിങ്ങൾ കാണുന്നത് കുറച്ച് ഇമേജസ്. ലൈക്ക് ആക്ച്വലി പറഞ്ഞാൽ 70% ടെക്സ്റ്റും ബാക്കി 30% ഇമേജസ് മാത്രമേ കാണുന്നുള്ളൂ നോർമലി ഉള്ള ന്യൂസ് പേപ്പർ ഡിസൈനിൽ. പിന്നെ സൺഡേ സാറ്റർഡേ വരുമ്പോഴത്തെ അതിൽ സപ്ലിമെന്റ്സ് ഉണ്ടെങ്കിൽ അതിനകത്ത് ഫോട്ടോസിന്റെ കൗണ്ട് കൂടും, ഫോട്ടോസിന്റെ സ്പേസ് നമ്മൾ കൂടുതൽ എടുക്കും. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ, പേപ്പർ മീൻസ് മാഗസിൻ ലേ ഔട്ട്, ന്യൂസ് പേപ്പർ ലേ ഔട്ട്, ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അഡോബ് ഇൻഡിസൈൻ എന്ന സോഫ്റ്റ്വെയറിലാണ്. ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഈ ഫോട്ടോഷോപ്പിനെ ബേസ് ചെയ്ത് പറയുമ്പോൾ, ഞാൻ ഫോട്ടോഷോപ്പ് ഒരു ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ, ഒരു പോസ്റ്റർ ചെയ്യുന്നു അല്ലെങ്കിൽ എന്ത് ചെയ്യുവാണ് ഫോട്ടോഷോപ്പിൽ ചെയ്യുവാണെങ്കിൽ, നമ്മൾ സിംപ്ലി ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ വീട്ടിലെ കിച്ചണിലെ കാര്യം ആലോചിക്കുക. കിച്ചണില് നമ്മൾ ഒരു കറി വെക്കാനായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ബാക്കി കാര്യം ഒരു പച്ചക്കറിയാണ്, ഒരു വെജിറ്റബിൾ ഒരു കറി ചെയ്യാൻ പോകും. എന്താ ചെയ്യുന്നത്, അതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ മുഴുവൻ, പച്ചക്കറി മുഴുവൻ അരിഞ്ഞരിഞ്ഞ് ഒരു സൈഡിൽ വെക്കും, റെഡി, റോ മെറ്റീരിയൽസ് റെഡിയാക്കി വെച്ചു. ദെൻ പിന്നെ വേണ്ട കുറച്ച് കാര്യങ്ങൾ അവിടെ റെഡിയാക്കി വെച്ചു. അപ്പൊ അങ്ങനെ കുറെ 2-3 ഐറ്റംസ് കാണും. ഇതെല്ലാം കൂടെ നമ്മൾ ഇടുന്നത് ഒരു ചട്ടിയിലോട്ടായിരിക്കും. സോ ദാറ്റ് ഈസ് ദേർ വി ആർ ഡൂയിങ് ദ കോമ്പോസിറ്റിംഗ് എന്ന് വെച്ചാൽ ആ ഒരു ചീനച്ചട്ടി, അതിലാണ് കോമ്പോസിറ്റിംഗ് ചെയ്യുന്നത്. ലൈക്ക് വൈസ് ഇവിടെ ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഫോട്ടോഷോപ്പിലാണ്, ഇല്ലസ്ട്രേറ്ററിലും കോറലിലും ഒക്കെ ചെയ്ത ഡിസൈൻസും ഫോട്ടോഷോപ്പ് ചെയ്ത ഡിസൈൻസും കൂടി ചേർത്ത് നമ്മൾ ഫോട്ടോഷോപ്പിലാണ് കംപ്ലീറ്റ്ലി ഫൈനൽ ഡിസൈൻസിന്റെ ഔട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നോർമൽ പോസ്റ്റർ ഡിസൈൻ. പക്ഷേ നമ്മൾ ന്യൂസ് പേപ്പർ ഡിസൈനിന്റെ കാര്യം പറയുമ്പോൾ ഫോട്ടോഷോപ്പിലും ഇല്ലസ്ട്രേറ്ററിലും കോറലിലും ഒക്കെയുള്ള സോഫ്റ്റ്വെയർസിൽ നമ്മൾ ന്യൂസ് പേപ്പറിന്റെ ഡിസൈൻസിന് വേണ്ടിയുള്ള എലമെന്റ്സ് നമ്മൾ അവിടെ കട്ട് പീസ് ആക്കുന്നു, അല്ലെങ്കിൽ വേറെ ഡിസൈൻ ചെയ്യേണ്ട അതിന് വേണ്ട രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നു. ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഇവിടെ നമ്മൾ ആക്ച്വലി പറയുന്ന കോമ്പോസിറ്റിംഗ് ചെയ്യുന്ന ആ ഒരു സാധനം, അല്ലെങ്കിൽ ലൈക്ക് എന്റെ എക്സാമ്പിൾ ജസ്റ്റ് നൗ ഐ സെഡ് ചീനച്ചട്ടി അല്ലെങ്കിൽ ആ ഒരു പാത്രം, ആ ഒരു കോമ്പോസിറ്റിംഗ് വെസൽ എന്ന് പറയുന്നത് അഡോബ് ഇൻഡിസൈൻ ആണ്. ഓക്കെ, പേപ്പർ ഡിസൈൻസ് ചെയ്യുമ്പോൾ, ന്യൂസ് പേപ്പർ ഡിസൈൻസ് ചെയ്യുമ്പോൾ അഡോബ് ഇൻഡിസൈൻ ആണ് കോമ്പോസിറ്റ് ചെയ്യുന്ന മെയിൻ സോഫ്റ്റ്വെയർ. അതിലോട്ടായിരിക്കും ബാക്കി എലമെന്റ്സ് കട്ട് ചെയ്ത് കൊണ്ടിരുന്നത് ത്രൂ ഫോട്ടോഷോപ്പ് ആൻഡ് ഇല്ലസ്ട്രേറ്റർ. ഓക്കെ, ദാറ്റ് ഈസ് ദ കേസ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പോകാം ഇൻഡസ്ട്രിയിലോട്ട്. സോ എവിടെയാണ്, ഏത് ഇൻഡസ്ട്രിയിലാണ് ഇതിനൊക്കെ നമുക്ക് സ്കോപ്പ് ഉള്ളത്? ഓക്കെ, പ്രിന്റ് ആൻഡ് പബ്ലിഷിംഗ്. ലോഗോ ഡിസൈനെ കുറിച്ച് ഞാനിപ്പോൾ പറയാറില്ല. ലോഗോ ഡിസൈൻ എന്ന് പറയുന്ന ഫീൽഡിൽ ഇതിന് നല്ല സ്കോപ്പ് ഉണ്ട്. സോ നമ്മൾ കോറലിലോ ഇല്ലസ്ട്രേറ്ററിലോ, ചിലർക്ക് കോറലായിരിക്കും ഇഷ്ടം, ചിലർക്ക് ഇല്ലസ്ട്രേറ്റർ ആയിരിക്കും ഇഷ്ടം. ലൈക്ക് നമുക്ക് ചിലർക്ക് ആൻഡ്രോയിഡ് ഫോൺസ് തന്നെ, ചിലർക്ക് iOS ഫോൺ ആയിരിക്കും ഇഷ്ടം, iOS ഇൻ ദ സെൻസ് ആപ്പിൾ ഫോൺ ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് ആൻഡ്രോയിഡ് ഫോൺ ആയിരിക്കും ഇഷ്ടം. ചിലർക്ക് ആൻഡ്രോയിഡ് ഫോൺസിൽ തന്നെ വേരിയേഷൻസ് ഉണ്ടാകും. ആൻഡ്രോയിഡ് ഫോൺസിൽ ചിലർക്ക് ഹോണറിന്റെ ഫോൺ ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് സാംസങ് ആയിരിക്കും ഇഷ്ടം. എന്നതുപോലെ ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ കോറൽ ഡ്രോയും ഇല്ലസ്ട്രേറ്ററും തമ്മിൽ. രണ്ടും രണ്ട് കമ്പനിയുടെയാണ്, ബട്ട് ബോത്ത് ആർ കമ്മിങ് ഇൻ ദ കാറ്റഗറി ഓഫ് വെക്ടർ ഡിസൈൻ. ഓക്കെ, സോ വെക്ടർ ഡിസൈൻ സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് നമ്മൾ ലോഗോ ഡിസൈൻ ചെയ്യുന്നത് വെക്ടർ ഡിസൈൻ സോഫ്റ്റ്വെയർസിലാണ്. സോ യു ക്യാൻ പിക്ക് വിച്ച് എവർ വിൽ ബി ഈസി ഫോർ യു. ഓക്കെ, അപ്പോ വിച്ച് എവർ വിൽ ബി ഫ്ലെക്സിബിൾ ഫോർ യു. അത് നമ്മൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഏതാണ് ഈസി തോന്നുന്നത് അതിലോട്ട് നമുക്ക് ബെൻഡ് ചെയ്യാം. സോ ലോഗോ ഡിസൈൻ, ഫ്രണ്ട് എൻഡ് പബ്ലിഷിംഗ് ലോഗോ ഡിസൈനിൽ പോകുന്നുണ്ട്. സോ ഇവിടെ കുറെ ടൈപ്സ് ഓഫ് ലോഗോ ഡിസൈൻസ് ഉണ്ട്. നെക്സ്റ്റ് നമുക്ക് വരാം ബ്രോഷർ ഡിസൈൻ. ബ്രോഷർ ഡിസൈൻ എന്ന് പറയുമ്പോൾ ഈ കാണുന്ന ഒരു എക്സാമ്പിൾ ആണ്. ഇതുപോലത്തെ ഡിസൈൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. ആ ഒരു മേഖലയിൽ നമുക്ക് ഇതിന് ഈ ഗ്രാഫിക് ഡിസൈനേഴ്സിന് സ്കോപ്പ് ഉണ്ട്.
സോ നമ്മളിവിടെ ചെയ്യുന്നത് വെച്ചാൽ ആദ്യം ഈ നേരെ കാണുന്ന ആ ഫോൾഡ് ചെയ്ത് വെച്ച അല്ലാത്തൊരു പീസ്, ഓപ്പൺ ചെയ്ത് വെച്ച പീസ് ഉണ്ട്. ആ പീസിൽ നമ്മൾ കാണുന്നത് പോലെ ആ ടോട്ടൽ ഡിസൈൻ ആദ്യം ചെയ്യും. എന്നിട്ട് ഫോൾഡ് ചെയ്യുമ്പോൾ കാണുന്ന വെളിയിലുള്ള ഡിസൈൻ അത് വേറൊരു പേജിൽ ചെയ്യും. എന്നിട്ട് പ്രിന്റിംഗ് ടൈമിൽ അത് കംപ്ലീറ്റ്ലി ഒറ്റ പേപ്പറിൽ തന്നെ പ്രിന്റ് എടുത്തുകൊണ്ട് വരും. സോ ഞാനത് പറഞ്ഞു ഇതിന്റെ കൂടെ ബ്രോഷർ ഡിസൈൻസ് ഉണ്ട്. നെക്സ്റ്റ് കമ്മിങ് ഹോർഡിംഗ് ഡിസൈൻ. നോർമലി ഹോർഡിംഗ് ഡിസൈൻസ് പലയിടത്തും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. പ്രത്യേകിച്ച് ഇവിടെ മെട്രോയിൽ, എറണാകുളത്ത് മെട്രോയിൽ യാത്ര ചെയ്യുന്നവർക്ക് കൂടുതലും പെട്ടെന്ന് കാണാൻ പറ്റും. ലെഫ്റ്റിലും റൈറ്റിലും അത്ര ഹൈറ്റ്സിൽ വെച്ചിട്ടുണ്ടായിരിക്കും. മെട്രോയിൽ പോകുന്ന ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ ദേ ആർ ദ ടാർഗറ്റ് ഓഡിയൻസ്. മെട്രോ യാത്ര ചെയ്യുന്നവരാണ് ടാർഗറ്റ് ഓഡിയൻസ്. അതുകൊണ്ട് അവർ കാണാൻ വേണ്ടി അത്ര ഹൈറ്റ്സിൽ വെച്ചിട്ടുണ്ടാവും ഇതുപോലത്തെ ഹോർഡിങ്സ്. ഈ ഡിസൈനിന് ഹോർഡിംഗ് എന്ന് പറയുന്നില്ല, ഇതുപോലത്തെ ആ ഒരു സെറ്റപ്പിനാണ് ഹോർഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഹോർഡിംഗ് ഡിസൈനിന് എന്താ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ ചെയ്യുന്ന പോലെ തന്നെയാണ്. പക്ഷേ അവിടെ നമ്മൾ ഈ ഹോർഡിംഗ് ഡിസൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ ദൂരെ നിന്ന് കാണുമ്പോൾ ഇങ്ങനെ കുഴപ്പമില്ലാതെ കാണുന്നുണ്ടെങ്കിലും അതിന്റെ സൈസ് ഡയമെൻഷൻസ് വളരെ വലുതാണ്. സോ ആ ഡയമെൻഷൻസ് ചെയ്യാനായിട്ട് അറിയണം ഇത്ര ഫീറ്റിലാണ് അല്ലെങ്കിൽ ഇത്ര സെന്റിമീറ്റർ ഇത്ര മില്ലിമീറ്റർ സൈസ് ഉണ്ട് എന്നുള്ളത്. നമ്മളിവിടെ ഫീറ്റിലാണ് ഇതിന്റെ ഈ ഡയമെൻഷൻ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. സോ കോറലോ ഇലസ്ട്രേറ്ററോ ഫോട്ടോഷോപ്പോ അത് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചോദിക്കണം ഏത് ഡിസൈനാണ് വേണ്ടത്. ലൈക്ക് വൈസ് നമ്മളൊരു പേപ്പർ ഇപ്പൊ ഒരു കോളേജിലും സ്കൂളിലും ഒക്കെ നമുക്ക് ഒത്തിരി പ്രോജക്ട്സ് വരാറുണ്ട്. അപ്പൊ അന്നേരം നമ്മൾ ചാർട്ട് പേപ്പറാണ് മേടിക്കാൻ പോകുന്നത് കൂടുതലും. കാരണം വലിയ ഡിസൈൻസ് വലിയ പേപ്പറിൽ ഡിസൈൻ ചെയ്യാനായിട്ട്. അല്ലാതെ നമ്മളൊരു വീട്ടിലിരിക്കുന്നതോ അല്ലെങ്കിൽ ഓഫീസിലുള്ളതോ അല്ലെങ്കിൽ സ്കൂളിലുള്ളതോ ആയിട്ടുള്ള A4 ഷീറ്റിന്റെ ഒരു ഇതല്ല വാങ്ങിക്കൊണ്ട് വരുന്നത്. ചാർട്ട് പേപ്പറാണ്. അതിന്റെ ഒരു തിക്നെസ് നമ്മൾ നോക്കും. വൈ? ബിക്കോസ് ആ തിക്നെസ് ഉള്ള പേപ്പർ വാങ്ങുന്നതിന്റെ കാരണം എന്താണ്? നമ്മൾ അതിനകത്ത് ചാർട്ടിൽ എന്തെങ്കിലും ഡയഗ്രാംസ് വരയ്ക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിസൈൻസ് ചെയ്യാനോ ഒക്കെയാണ്. അപ്പൊ അന്നേരം ഈ ഒരു തിന്നായിട്ടുള്ള A4 ഷീറ്റ് പ്രിന്റിംഗ് പേപ്പർ ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ യു അറ്റ് ദാറ്റ് മൊമെന്റിൽ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ചാർട്ട് പേപ്പർ വാങ്ങുന്നത്. എന്ന് പറയുന്നത് പോലെ നമുക്കറിയാം we are planning what we want and where to get what for the purpose what we are thinking in your mind. Okay, അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്ക് ഇന്ന കാര്യമാണ് ചെയ്യേണ്ടത്. സോ എനിക്ക് ഒരു ചാർട്ട് പേപ്പർ ആണ് വേണ്ട, ഒരു പ്രൊജക്ട് മാം പറഞ്ഞു, സ്കൂളിൽ നിന്ന് മാം പറഞ്ഞു അല്ലെങ്കിൽ കോളേജിൽ നിന്ന് മാം പറഞ്ഞു, മിസ് പറഞ്ഞു. സോ ആ പ്രൊജക്ടിന് വേണ്ട കാര്യങ്ങൾ ഉടനെ നിങ്ങളുടെ മനസ്സിൽ അത് പ്ലാൻ ആവും. ഒരു ബൾബ് കത്തുന്നവരെ വരും. സോ ചാർട്ട് പേപ്പർ. സോ വേർ ടു ഗോ, പേപ്പർ മാർട്ടിൽ പോകണം അല്ലെങ്കിൽ കോളേജിന്റെ ഫ്രണ്ടിലുള്ള പേപ്പർ മാർട്ടോ അല്ലെങ്കിൽ അങ്ങനെ കടയിൽ പോയി വാങ്ങുക. പിന്നെന്താ വേണ്ടത്? പിന്നെ റബ്ബർ വേണം, പെൻസിൽ വേണം, പിന്നെ ഷാർപ്നർ വേണം. അങ്ങനെ ഓരോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ അത് വാങ്ങണം എന്ന രീതിയിൽ അങ്ങനെ പ്ലാനിങ് വരും. ചാർട്ട് പേപ്പർ ആ ഡിസൈൻ വരയ്ക്കേണ്ട ചാർട്ട് പേപ്പറിലാണെന്നുള്ള ഐഡിയ അപ്പൊ തന്നെ കിട്ടി. സോ ഇൻ ലൈക്ക് വൈസ് നമുക്ക് ഒരു സാധനം ഡിസൈൻ ചെയ്യും, ഒരു കാര്യം ഡിസൈൻ ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മൾ അതിനെക്കുറിച്ച് അതിന്റെ ഡയമെൻഷനെ കുറിച്ച് ചിന്തിക്കണം. ഇത് എവിടെ വരുന്നു എന്നുള്ളത് ചിന്തിക്കണം. എവിടെ വരുന്നു ഇൻ ദ സെൻസ് ഇത് എവിടെയാണ് ഈ ഡിസൈൻ വന്നിട്ട് പ്ലേസ് ചെയ്യാൻ പോകുന്നത്. കോഡിങ്ങിലാണോ അതോ ബ്രോഷറിലാണോ അതോ വേറെ എവിടെയെങ്കിലും ആണോ, അങ്ങനെയുള്ള കാര്യം. അപ്പൊ അത് നമ്മൾ അങ്ങനത്തെ കോൺസെപ്റ്റ്സ് എല്ലാം നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പെർസെപ്ഷൻ അല്ലെങ്കിൽ പെർസ്പെക്റ്റീവ് തിരിക്കുന്ന രീതിയിലായിരിക്കും ആ ഡിസൈൻ ഫീൽഡിലോട്ട് നിങ്ങൾ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നോർമലായിട്ടുള്ള നിങ്ങളുടെ ആ ഒരു സ്കിൽസ് തിരിക്കുന്നത്. എവ്രി വൺ ഹാസ് സ്കിൽസ്, നോട്ട് എവ്രി. ഇപ്പൊ കുറച്ച് യൂണീക്ക് ആയിട്ടുള്ള കുറച്ച് പേര് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ സ്കിൽസ് എങ്ങോട്ട് ബെൻഡ് ചെയ്ത് നിങ്ങളുടെ ഇൻട്രസ്റ്റ് കൊണ്ടുവന്നോ ആ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൽസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. സോ കുറച്ച് പേർക്ക് പറയുന്ന ഒരു ഐഡിയേഷൻ ആണ് വരയ്ക്കാൻ അറിയില്ല അതുകൊണ്ട് ഈ ഫീൽഡ് വരാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അതൊന്നും ഒരു കാര്യമല്ല. നമ്മളെ നറിഷ് ചെയ്യാനുള്ള ഒരു എൻവയോൺമെന്റ് നമുക്ക് ചുറ്റും ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോയി ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് കംസ് മാഗസീൻ കവർ ഡിസൈൻ. മാഗസീൻ കവർ ഡിസൈൻ എന്ന് പറയുമ്പോൾ ഈ കാണുന്ന പോലെ തന്നെ അത് ഒരു ചെറിയൊരു കാര്യമല്ല. മാഗസീൻ കവർ ഡിസൈൻ ചെയ്യുന്ന കാര്യം അത് ഇതുപോലെ തന്നെ ഫാമിലി. ഇപ്പം ഇതിനെല്ലാം സ്പെസിഫിക് ആയിട്ട് നെക്സ്റ്റ് വീക്കിലേക്ക് എനിക്ക് വരുന്ന ഒരു മാഗസീൻ ഡിസൈൻ ചെയ്യണം. അപ്പൊ ആ ഡിസൈൻ എങ്ങനെ വേണം, എന്താണ് അവിടെ കൊണ്ടുവരേണ്ട പോയിന്റ്, എന്താണ് അവിടെ കൊണ്ടുവരേണ്ട തീം എന്നൊക്കെ ഉള്ള ഒരു കുറെ കാര്യങ്ങൾ പുറകിൽ മീൻസ് ആ ഒരു മാഗസിന്റെ ആ ഒരു ഓഫീസിൽ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അതിന് ശേഷം മാത്രമാണ് ഇങ്ങനെ ഡിസൈൻ വരുന്നത്. നമ്മൾ നോക്കുമ്പോൾ ഷോപ്പിലോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിലോ പോകുമ്പോഴത്തേക്ക് നമുക്ക് മാഗസിൻസ് കുറെ കിട്ടുന്നു, നമ്മൾ വാങ്ങുന്നു, അതിന്റെ കണ്ടന്റ്സ് നോക്കുന്നു, ഓക്കെ, അത് കഴിഞ്ഞ് അത് എടുത്തെറിയുന്നു, എങ്ങോട്ട് ടീ പോലോട്ടോ സോഫയിലോട്ടോ എടുത്തെറിഞ്ഞ് നമ്മൾ പോകുന്നു. പക്ഷെ ഇതിന് പുറകിൽ നല്ല കുറെ എഫേർട്സ് നടക്കുന്നുണ്ട്. കുറെ നല്ല ഗ്രാഫിക് ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ സ്കിൽസ്ഫുൾ ആയിട്ടുള്ള കുറെ ആർട്ടിസ്റ്റുകൾ ഇതിന് പുറകിൽ കിടന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. ചിലപ്പം വീക്സ് വർക്ക് ചെയ്യുന്നുണ്ടാവും, ചിലപ്പം മന്ത്സ് എന്ന് പറയണമെങ്കിൽ ചിലപ്പോൾ ചില പ്രത്യേക മൊമെന്റിലേക്ക് വേണ്ട പ്രത്യേക ഒരു ഇവന്റിന് വേണ്ട മാഗസിനൊക്കെ ആണെങ്കിൽ ചിലപ്പം ഒരു മാസം തന്നെ വർക്ക് ചെയ്യേണ്ടി വന്നേക്കാം അവർക്ക്. കാരണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു മാസത്തെ വർക്ക് എന്നല്ല ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ ആദ്യം കുറെ ഡിസൈൻ ചെയ്യും. ഇപ്പൊ ഈ ഫസ്റ്റ് ഫാമിലി എന്ന് പറയുന്ന മാക്സ് നമ്മളിപ്പോൾ എടുക്കുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇവിടെ വരേണ്ട ഒരു ഇതിനകത്ത് വരേണ്ട ഒരു ക്യാരക്ടർ, ഒരു കുട്ടി, ഒരു ബോയ് ആകാം ഒരു ഗേൾ ആകാം, അതിന്റെ ഏജ് ഡിഫറൻസ് ഉണ്ടാവും. കൊണ്ടുവെക്കുന്ന ആർട്ടിസ്റ്റ് കൊണ്ട് പ്ലേസ് ചെയ്യും ഇങ്ങനെ ഒരു രീതിയിൽ. പക്ഷെ അത് ഡയറക്ടർ ക്രിയേറ്റീവ് ഡയറക്ടർ ആരെങ്കിലും ഇതിന്റെ മേളിൽ കാണും ആ ഒരു അഡ്വർടൈസിംഗ് ഡിപ്പാർട്ട്മെന്റിൽ. അപ്പോ ഓക്കെ അല്ല. അങ്ങനെ കുറെ നമ്മൾ ഈ സിനിമയുടെ കാര്യം പറഞ്ഞല്ലോ കുറെ ടേക്സിന് ശേഷമാണ്. കാരണം
ആക്ടേഴ്സ് എല്ലാം ആദ്യം തന്നെ ആക്ട് ചെയ്യുമ്പോൾ തന്നെ ക്യാമറയുടെ മുമ്പിൽ ഓക്കെ ആവുന്നില്ല. അപ്പൊ ഡയറക്ടർ പറയും റീടേക്ക് എന്ന് പറയുന്ന പോലെ ഇവിടെ ഇൻ ദിസ് ഫീൽഡ് ഓൾസോ വി ഹാവ് സോ മെനി റീടേക്സ്, ഓക്കെ, വിച്ച് വിൽ ബോദർ യു എ ലോട്ട് ആൻഡ് ഇറ്റ് വിൽ ബി യു വിൽ ബി ഗെറ്റ് യൂസ്ഡ് വിത്ത് ഇറ്റ് ലേറ്റർ. അപ്പോൾ അതുകൊണ്ട് അത് പ്രശ്നമല്ല, ഓട്ടോമാറ്റിക് അത് യൂസ്ഡ് ആവും. പിന്നെ അത് നമുക്ക് ഏകദേശം ഐഡിയ കിട്ടും എങ്ങനെയാണ് നമുക്ക് ഫീൽഡിൽ വരേണ്ടത്. ആദ്യത്തെ കുറെ പ്രശ്നങ്ങളൊക്കെയാണ് അങ്ങനെ വരുന്നത്. നമ്മളിപ്പോ ഒരു സ്കൂളിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഓരോരോ ക്ലാസ്സിലോട്ട് ചിലപ്പോഴും ആദ്യം ആ ടോപ്പിക്സ് വരുമ്പോഴത്തേക്ക് ആ ടോപ്പിക്സിന് കുറച്ച് ടഫ് ആവും. കുറച്ച് കഴിഞ്ഞ് മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് ചിലപ്പോൾ ടീച്ചേഴ്സിന്റെ കാര്യം കൊണ്ടാകാം, ചിലപ്പം നമ്മുടെ കാര്യം കൊണ്ടാകാം, ചിലത് നമുക്ക് പാടായിട്ട് തോന്നും, ചിലത് നമുക്ക് ഇൻട്രസ്റ്റഡ് അല്ലാന്ന് തോന്നും, ചിലത് നല്ല ഇൻട്രസ്റ്റ് തോന്നും. ഓക്കെ, അത് ആ ഒരു പ്രസന്റേഷൻ ഓഫ് ദ ടീച്ചർ. അപ്പൊ അതുപോലെ ആയിരിക്കും. പിന്നെ നമ്മുടെ ടേസ്റ്റ് ഏത് ഫീൽഡ്, എനിക്ക് ആ ഫീൽഡ് വേണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിനാ ശ്രദ്ധിക്കുന്നത് എന്ന രീതിയിലുള്ള ചിന്ത ഉള്ളവരാണെങ്കിൽ പോയി അവർ ശ്രദ്ധിക്കില്ല. പക്ഷെ നമ്മുടെ ഇൻട്രസ്റ്റ് നമ്മൾ കൊടുക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു സോഫ്റ്റ്വെയർസ് ആണെങ്കിലും സ്കിൽസ് ആണ് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും, നമുക്ക് വാല്യൂ ചെയ്തെടുക്കാൻ പറ്റും, ഡെവലപ്പ് ചെയ്യാൻ പറ്റും, ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതുപോലെയാണ് ഈ 3 മാഗസിൻ ഓഫ് ഡിസൈൻസിനെ കുറിച്ച് പറഞ്ഞത്. ഇത് മൂന്ന് ടൈപ്സ് ആണ്. ഫാമിലി എന്ന് പറയുന്നൊരു മാഗസിൻ, ബിസിനസ് എന്ന് പറയുന്ന മാഗസിൻ. അവിടെ എന്ത് വേണം, ബിസിനസ് എന്ന് പറയുന്ന മാഗസിൻ എന്ന് പറയുന്ന അതിന്റെ പേരിനെ കുറച്ചുകൂടെ പുഷ് ചെയ്യുന്ന രീതിയിൽ, കുറച്ചുകൂടെ അതിനെ ബൂം ചെയ്യുന്ന രീതിയിലുള്ള ഒരു പിക്ചറാണ് അവിടെ വേണ്ടത്. നിങ്ങൾക്ക് കാണാം ഒരു കോർപ്പറേറ്റ് വേഷമായിട്ട് ഒരു മാനിനെ കാണാം, ഫോർമൽ ഡ്രസ് ആണ്, സീക്രട്സ് ടു സ്റ്റാർട്ടപ്പ് സക്സസ്. അപ്പം രണ്ടുകൂടെ നമ്മൾ കണക്ട് ചെയ്ത് വായിക്കാൻ പറ്റുന്നുണ്ട്. മറ്റൊന്ന് നോക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ നോക്കി ബെസ്റ്റ് ബർത്ത്ഡേ പാർട്ടി ആവാം. അപ്പോൾ ബർത്ത്ഡേ പാർട്ടി എന്ന് പറയുമ്പോൾ തന്നെ അവിടെ കണക്ട് ചെയ്യാനായിട്ട് ഒരു കുട്ടിയെ നിർത്തിയിട്ടുണ്ട്. ആൻഡ് കുറെ പാർട്ടിക്കിൾസ് ഇങ്ങനെ വീഴുന്ന പോലെ കാണിക്കുന്നുണ്ട്. സോ അതുപോലെ ലൈഫ് നമുക്ക് തോന്നിപ്പിക്കുന്നുണ്ട്, ഇങ്ങനെ വീണോണ്ടിരിക്കുക. അപ്പൊ അത് നല്ലൊരു കൂൾ ഫീലാണ്. ആ റൂമായിട്ട് ഫീൽ ചെയ്യുന്നില്ല, ഒരു നല്ലൊരു വൈറ്റ് സർഫസിലാണ്, താഴെ ഒരു തറ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു ഫ്ലോർ പോലെ. പക്ഷെ അത് നല്ല ബാക്കിലോട്ട് പോയേക്കുന്നത് ഒരു ബാക്കിലത്തെ വോളും ഈ ഫ്ലോറും തമ്മിലുള്ള ഡിഫറൻസ് കാണിക്കുന്നില്ല. അതൊക്കെ നല്ലൊരു ക്യൂട്ട് ഫീൽ ആണ് കാണാനായിട്ട്, ടോട്ടലി കാണുമ്പോൾ നല്ല ഫീലാണ്. അപ്പം ആ ഒരു വാവ് ഫാക്ടർ അത് എല്ലാത്തിനും നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കണം. നെക്സ്റ്റ് ഫോക്സ് ലൈഫ്, മൂന്നാമത്തെ പറയുമ്പോൾ അത് അതുപോലെ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള മൂന്നും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഫാമിലി മാഗസിൻസ് ആണ്. സോ ഫാമിലി, ബിസിനസ് ആൻഡ് ഫോക്സ് ലൈഫ്. ഫോക്സ് ലൈഫ് നമ്മൾ ഫാഷനെ കുറിച്ച് കൂടുതൽ പറയുന്നുണ്ട്, അല്ലാതെ വേറെ കുറെ മാറ്റേഴ്സ് പറയുന്നത്, എല്ലാം ഡിഫറെന്റ് ടോപ്പിക്സ് ആണ്. സോ അങ്ങനെ അപ്പൊ ഏത് മാഗസിനാണ് ഞാൻ ചെയ്യുന്നത്, ആ മാഗസിനിൽ എന്തൊക്കെയാണ് നോർമലി വരാറ്, ഇതിന് മുമ്പ് വന്ന ഡിസൈൻസ്, മാഗസിൻ കവർ ഡിസൈൻസ് എങ്ങനെയായിരുന്നു, ഇത് കഴിഞ്ഞ ഡിസൈൻസ് എങ്ങനെ വരണം, അപ്പൊ ഏതൊക്കെ രീതിയിലാണ് ഇതുവരെ വന്നേക്കുന്നത് നോക്കിയിട്ട് മാത്രമേ നമുക്ക് ഒരു ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. അല്ല നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്യുന്നതിന് മുമ്പ് ഒരു റിസർച്ച് നമ്മൾ നടത്തിയില്ലെങ്കിൽ അവിടെ നമ്മൾ പോയി ഫെയിൽ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ അതിനകത്തുണ്ട്. ജസ്റ്റ് ഒരു ഡിസൈൻ ആണെന്ന് മാത്രം വിചാരിക്കരുത്. നെക്സ്റ്റ് പ്രിന്റ് ആൻഡ് പബ്ലിഷിംഗിൽ വരുന്നത് കലണ്ടർ ഡിസൈൻ. അപ്പൊ കാലണ്ടർ ഡിസൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് അതും ഒരു ചെറിയൊരു കാര്യമല്ല, ഓരോ പ്രാവശ്യത്തെയും കലണ്ടർ. കാരണം ഇപ്പം നമുക്ക് നോക്കി ഇന്റർനെറ്റിലാണെങ്കിലും നോർമലി പല കലണ്ടേഴ്സ് നമ്മൾ കാണുമ്പോഴും നല്ല നല്ല വേരിയസ് ടൈപ്സ് ഓഫ് ഡിസൈൻസ് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഓരോ ദിവസവും ഡിഫറെന്റ് ടൈപ്സിൽ ഇറങ്ങുന്നത് കൊണ്ട് നമുക്ക് അത് കുറച്ച് ചലഞ്ചിങ് ആണ്, കുറച്ച് വെല്ലുവിളി ഉയർത്തുന്ന ഒരു ഡിസൈനാണ് ഈ ഏത് ഡിസൈനും പോലെ കലണ്ടർ ഡിസൈൻ. സോ അട്രാക്റ്റീവ് ആക്കണം, അതാണ് ചലഞ്ചിങ് ഇൻ ദ സെൻസ്. നമ്മൾ ചെയ്യുന്ന ഡിസൈൻ അട്രാക്റ്റീവ് ആക്കുക എന്നുള്ളതാണ്. കാരണം അത് കൂടുതൽ ആളുകളോട് റീച്ചബിൾ ആണ്. റീച്ചബിൾ ആയി മാത്രമേ അതിന് ആ ഒരു ചെയ്തത് കൊണ്ട് ഒരു മീനിങ് ഉള്ളൂ. ഓക്കെ, സോ കലണ്ടർ ഡിസൈനിൽ നമുക്ക് ഒരു നല്ലൊരു ഇതുണ്ട്, ഭാവിയുണ്ട്. ഇഫ് യു ഡു ഗ്രാഫിക് ഡിസൈൻ ആൻഡ് ആസ് ഐ സെഡ് ന്യൂസ് പേപ്പർ ഡിസൈൻ. ന്യൂസ് പേപ്പർ ഡിസൈൻ ഇൻ ഡിസൈനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു. സോ സെൻട്രൽ കാണുന്ന ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ കാണാം ടൈംസ് ഓഫ് ഇന്ത്യ. അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് കാണാം ടോട്ടലി കൂടുതൽ കാണുന്ന എന്താണ് 90% അല്ലെങ്കിൽ 80% കാണുന്ന മാറ്റർ ആണ്, ടെക്സ്റ്റ് ആണ്, സെന്റൻസസ് ആണ്, പാരഗ്രാഫ്സ് ആണ്. സോ അവിടെ ഇവിടെയൊക്കെ കുറച്ച് ഫോട്ടോസ് കാണാം. പക്ഷെ കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് മാറ്ററിനാണ്. പിക്ചേഴ്സ് കൊടുത്തേക്കുന്നത് കണക്ട് ചെയ്ത് വായിക്കാൻ വേണ്ടി മാത്രമാണ്. നമ്മൾ ആ പിക്ചർ നോക്കി വായിക്കുമ്പോഴത്തേക്ക് ആ ഒരു കണക്ഷൻ നമുക്ക് കിട്ടും, അതിന് വേണ്ടി കൊടുത്തേക്കുന്നുണ്ട്. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഒരു പോസ്റ്റർ പോലെയല്ല, നോർമൽ പോസ്റ്റർ പോലെയല്ല ഒരു ന്യൂസ് പേപ്പറിന്റെ മാഗസിന്റെ ന്യൂസ് പേപ്പറിന്റെ ഡിസൈൻ വരുന്നത്. സോ അത് ഇവിടെ കാണാം. അപ്പൊ അങ്ങനത്തെ ഡിസൈൻസ് വരുമ്പോഴത്തേക്ക് നമുക്കിപ്പോ നോക്കി ഇവിടെ തന്നെ നോക്കി കഴിഞ്ഞാൽ 1 2 3 4 5 6 7 8 ഡിഫറെന്റ് കോളംസ് ഇവിടെ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. മേലെയും താഴോട്ട് പിന്നെ വേറെ ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ ടോപ്പിൽ ഡൗൺലോഡ് എണ്ണി കഴിഞ്ഞാൽ 1 2 3 4 5 6 7 അത്രയും ഡിഫറെന്റ് ഡിവിഷൻസ് ഉണ്ട്. അപ്പൊ ആ ഡിഫറെന്റ് ഡിവിഷൻസ് നമ്മൾ അതുപോലെ ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ന്യൂസിനും വേണ്ടിയുള്ള സ്പേസ് കൊടുക്കണം. ഒരു നല്ല അബണ്ടൻസിലാക്കി ന്യൂസ് വരുന്നത്, ആ ന്യൂസിനെ എല്ലാം കറക്റ്റ് ആയിട്ട് ഓർഡർ ചെയ്ത് ഷെൽഫിൽ നമ്മൾ ആ ഡ്രസ്സ് വെക്കുന്നത് പോലെ ഓരോന്നിനും സ്പെസിഫിക് ആയിട്ടുള്ള സ്പേസ് വെക്കണം എന്ന് പറയുന്ന പോലെ പാർക്കിംഗ് ഏരിയയിൽ നമുക്ക് ഓരോ ബൈക്കിനും ഓരോ പ്രത്യേകം സ്പേസ് വേണമെന്ന് പറഞ്ഞാൽ ഒരു കാറിന്റെ ഡയമെൻഷൻ ആയിരിക്കില്ല മറ്റൊരു കാറിന്റെ ഡയമെൻഷൻ. അപ്പൊ അതനുസരിച്ച് ആ സ്പേസ് ഓരോന്നിനും വേണമെന്ന് പറയുന്നത് പോലെ ഇവിടെ ഓരോ ന്യൂസിനും സ്പെസിഫിക് ആയിട്ടുള്ള സ്പേസ് വേണം.
സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയ കൊടുത്താൽ മാത്രമേ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. ഫ്രണ്ട് പേപ്പറിൽ ഫ്രണ്ട് പേജിൽ കൊടുക്കേണ്ട ന്യൂസ് ബാക്ക് പേജിൽ കൊടുത്തിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ അതിനെല്ലാം ഒരു കുറെ എത്തിക്സ് ഉണ്ട്. അപ്പൊ ആ എത്തിക്സ് എല്ലാം പാലിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റണം. രാവിലെ ഒരു ന്യൂസ് ഒരാൾ എടുക്കുമ്പോൾ അയാൾക്ക് രാവിലെ കിട്ടേണ്ട ന്യൂസ് രാവിലത്തെ ഫസ്റ്റ് പേജിൽ അത് കണ്ടില്ലെങ്കിൽ അത് മിസ്സായി പോകാൻ ചാൻസസ് കൂടുതലാണ്. സോ അത് ഫ്രണ്ട് പേജിൽ തന്നെ വരണം. അതിന്റെ ഇമ്പോർട്ടൻസ് കിട്ടാൻ വേണ്ടി ഫ്രണ്ട് പേജിലെ ഏറ്റവും മേളത്തെ ഫോൾഡിങ്ങിൽ വരണം. ഇതൊക്കെ ഒരു കാര്യമാണ്. സോ അങ്ങനെ ന്യൂസ് പേപ്പർ ഡിസൈൻ ചെയ്യുമ്പോഴും കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്, ഇറ്റ്സ് എ ബിഗ് ഡീൽ. അപ്പോ നെക്സ്റ്റ് വരുന്ന പ്രിന്റ് ആൻഡ് പബ്ലിഷിംഗിൽ ബുക്ക് കവർ ഡിസൈൻ. ബുക്ക് കവർ ഡിസൈൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇതുപോലെ തന്നെ നമുക്ക് ഒരു ബുക്ക് കവർ, ഇപ്പൊ ഒരു സ്കൂളിലെ ടെക്സ്റ്റ് ബുക്ക് ആയിക്കോട്ടെ, നമ്മളിപ്പോ ഒരു ബുക്ക് സ്റ്റോളിൽ ചെല്ലുമ്പോൾ പല പല മാഗസീൻസ് കാണുന്നുണ്ട്, പല ആർട്ടിക്കിൾസ് കാണുന്നുണ്ട്, പല നോവലിസ്റ്റ് കാണുന്നുണ്ട്, നോവൽസ് കാണുന്നുണ്ട്, പിന്നെ അങ്ങനെ ഡിക്ഷണറീസ് കാണുന്നുണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാം ബുക്ക് കവർ ഡിസൈൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇറക്കുന്നുണ്ട്. കാരണം കോളേജസും സ്കൂൾ പോലെ തന്നെ ഇറക്കുന്നുണ്ട് കുറെ അവരുടെ ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ്. അപ്പൊ അതിനെല്ലാം കവർ ഡിസൈൻ ആണ്. കവർ ഡിസൈൻ. സോ കവർ ഡിസൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ കാണുന്ന ദ ലീഡർഷിപ്പ് ജേർണി എന്ന് എഴുതിയിരിക്കുന്ന ഫ്രണ്ട് കവറിനകത്ത് ഒരു ഡിസൈൻ ഉണ്ട്, ബാക്കിൽ ഒരു ഡിസൈൻ ഉണ്ടാവും. അതുപോലെ തന്നെ ബാക്കിൽ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ ബാക്കിലെ ഡിസൈനോട് കൂടി വരുന്ന ഒരു പോയിന്റ് ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എന്താ പറയുന്നത്, ഒരു QR കോഡ്, പിന്നെ ബാർ കോഡ്, ഇതൊക്കെ ഉണ്ടാവും. അപ്പൊ അന്ന് പറയുന്നത് അതിന്റെ കൂടെ ബാക്കി കുറെ വെബ്സൈറ്റ് അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അത് പിന്നെ സൈഡിൽ വരുന്ന കാര്യം നമ്മുടെ ആ ഒരു തിക്നെസ്, ആ ഒരു ബുക്കിന്റെ തിക്നെസ് വരുന്ന ഏരിയ കാണാം. ലീഡർഷിപ്പ് റെഡ് ഏരിയയിൽ ദ ലീഡർഷിപ്പ് ജേർണി ജിം ഹോംസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ആ ഒരു ടൈപ്പിലുള്ള കാര്യങ്ങൾ അങ്ങനെ എഴുതാം. 3 കവർ, 3 ഡിവിഷൻസ് ഉണ്ട് ഇവിടെ. 3 ഡിവിഷൻസ് നമുക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ അത് കവർ ഡിസൈൻ ആകും. ഫ്രണ്ട് കവർ മാത്രമല്ല, ഓർക്കണേ, ഫ്രണ്ട്, ബാക്ക് ആൻഡ് സൈഡ് ഇത്രയും ചെയ്യുമ്പോഴാണ് ബുക്ക് കവർ ഡിസൈൻ ആവുന്നത്. സോ അവിടെയും ഗ്രാഫിക് ഡിസൈനറിന് ഒരു കരിയർ ഉണ്ട്. നെക്സ്റ്റ് ഇമേജ് എഡിറ്റിംഗ്. ഇമേജ് എഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് ഫോട്ടോഷോപ്പ്. നിങ്ങൾ എല്ലാവരും ചിന്തിക്കുന്നത്, നിങ്ങളുടെ മനസ്സിലെല്ലാം ഇപ്പോൾ വന്നിട്ടുണ്ടാവും, 90% ആളുകളുടെ മനസ്സിൽ വന്നിട്ടുള്ള കാര്യമായിരിക്കും ഫോട്ടോഷോപ്പ് ചെയ്യാം. ഇത് നമുക്ക് ഫോട്ടോഷോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ എല്ലാം ഫോണിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുന്നതായിരിക്കാം. പക്ഷെ ഫോട്ടോഷോപ്പ് എന്നൊരു സോഫ്റ്റ്വെയറിലാണ് ഇത് കൂടുതലും ചെയ്യുന്നത്. അപ്പൊ അത് കൂടുതൽ ചെയ്യുന്ന ഫോട്ടോഷോപ്പിലാണെന്നോ. ഇപ്പൊ നിങ്ങൾക്ക് വേറെ കുറെ സോഫ്റ്റ്വെയർസ് ഫോണിലൊക്കെ ഉണ്ടാവും, എങ്കിൽ പോലും ഫോട്ടോഷോപ്പ് ഈസ് ദ കിങ് ഇൻ ദാറ്റ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഒരു ഇമേജ് കാണാം. നമുക്കൊരു ഫീലും ഇല്ല, ഒരു കൂൾ ആൻഡ് കോൾഡ് ഫീൽ ആണ് വരുന്നത്. വൈ? ബിക്കോസ് ഒരു ഇംപ്രഷൻ ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ ഇപ്പുറത്ത് വരുമ്പോഴത്തേക്ക് നല്ല വൈബ്രൻസ് ഉണ്ട്. റൈറ്റ് സൈഡിലത്തെ ഇമേജ് നല്ല വൈബ്രന്റ് ഇമേജ് ആയി മാറി. യെല്ലോ, ലെഫ്റ്റ് സൈഡിലത്തെ യെല്ലോയും റൈറ്റ് സൈഡിലത്തെ ആ യെല്ലോയും ആ ഡ്രസ്സ് നോക്കിക്കഴിഞ്ഞാൽ ഈ റൈറ്റ് സൈഡിലത്തെ യെല്ലോ ഡ്രസ്സ് നല്ല വൈബ്രന്റ് ആയി. പിന്നെ ലെഫ്റ്റ് സൈഡിലത്തെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ഒരു നല്ലൊരു ഗ്രീനറി. നല്ലൊരു ഗ്രീനറി എന്ന് പറയാനില്ല, ഒരു ഇംപ്രഷൻ ഇല്ലാത്ത, അല്ലെങ്കിൽ ഒരു മാർക്ക് കൊടുക്കാൻ പറ്റാത്ത, ഒരു ഹാർമണി ഇല്ലാത്തൊരു ഡിസൈൻ പോലെ ഉണ്ട്. സോ ഇവിടെ വരുമ്പോഴത്തേക്ക് ഈ റൈറ്റ് സൈഡിലത്തെ ഇമേജ് നല്ലൊരു ഹാർമണി ഉണ്ട്, എല്ലാം കൊണ്ടും കണക്റ്റീവ് ആയിട്ട് പറയുമ്പോൾ. ഹാർമണി എന്ന് പറഞ്ഞാൽ സിംപ്ലി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾക്ക് ആ ഒരു ഇമേജ് സ്റ്റാർട്ട് റൈറ്റ് സൈഡ് ഇമേജ് മാത്രം ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് ഇതിലുള്ള എല്ലാ എലമെന്റ്സും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ കണക്റ്റഡ് ആണ് വിത്ത് ദ കളർ, വിത്ത് ദ ബ്രൈറ്റ്നസ്, വിത്ത് ദ വൈബ്രൻസ്. അപ്പോ ഈ എല്ലാം കണക്റ്റഡ് ആയതുകൊണ്ട് സോ വി ക്യാൻ സേ ദർ ഇസ് എ ഹാർമണി ഇൻ ദിസ് ഇമേജ്, ദ റൈറ്റ് സൈഡ് വൺ. ഓക്കെ, സോ അതാണ് ഇമേജിനകത്ത് ചെയ്യുന്ന കാര്യങ്ങൾ. ലെഫ്റ്റ് സൈഡിൽ അത്രയും ആ ഒരു ഇമേജ് റൈറ്റ് സൈഡിൽ പോലെ ഇമേജ് ആക്കി എടുത്തത് ചെറിയ കാര്യമല്ല. നെക്സ്റ്റ് കംസ് അഗെയിൻ ഇമേജ് എഡിറ്റിംഗ്, ലൈക്ക് ഇൻ ദ അബവ് വൺ, ദ പ്രീവിയസ് വൺ. കണ്ടില്ലേ, ലെഫ്റ്റ് സൈഡിലത്തെ ഇമേജ് കണ്ടാൽ നിങ്ങൾ ഇതുപോലത്തെ ഇമേജ് ഇഷ്ടംപോലെ യൂട്യൂബിലും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. സോ ലെഫ്റ്റ് സൈഡിലെ ഒരു ഇമേജ് ഉണ്ട്, ആള് ഒരു സാധാരണ ഒരു മണ്ണുള്ള ഒരു വഴിയിലൂടെ നടന്നു പോകും. റോഡ് എന്ന് പറയാൻ പറ്റത്തില്ല, വഴിയിലൂടെ നടന്നു പോകുന്നു. നേരെ റൈറ്റ് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ആളൊരു വേറൊരു ബ്രിഡ്ജിലൂടെ നടന്നു പോകുന്ന പോലെയോ അല്ലെങ്കിൽ സ്ട്രീറ്റിലൂടെ നടന്നു പോകുന്ന പോലെയാണ്. ആൻഡ് ഇറ്റ്സ് ഹെവി റെയിനിങ്. കണ്ടോ, ആ ഒരു ഇഫക്റ്റ് കൊണ്ട്. പിന്നെ അവിടെ ലൈറ്റ്സ് ഉണ്ട്, ആ ലൈറ്റ്സ് എല്ലാം ഇയാളുടെ ഡ്രസ്സിലോട്ടൊക്കെ വന്ന് വീഴുന്നുണ്ട്. പിന്നെ മഴയുടെ തുള്ളികൾ വന്ന് വീഴുന്ന പോലെ ഫീൽ ഉണ്ട്. സോ നമുക്കത് തോന്നിപ്പിക്കാൻ പറ്റുന്നുണ്ട് ഇൻ ഫോട്ടോഷോപ്പ്. Like he is not standing outside in a no space. Okay, he is standing inside. Standing. The time is right night time, and then it's raining also. അപ്പൊ അങ്ങനെ വേറൊരു ഇഫക്റ്റ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അവിടെ വെള്ളം നല്ല തെറിക്കുന്നുണ്ട്. അപ്പം എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിലൂടെ അയാളെ കൊണ്ട് പ്ലേസ് ചെയ്തപ്പം ആ ഒരു മൂഡേ മാറിപ്പോയി. സോ അതാണ് പറയാനുള്ളത്. നെക്സ്റ്റ് ഇമേജ് എഡിറ്റിംഗ്, ഇന്റീരിയർ ഡിസൈൻ. ഇന്റീരിയർ ഡിസൈനിൽ എന്താണ് ഈ ഒരു ഗ്രാഫിക് ഡിസൈനറിന്റെ ഒരു പ്രത്യേകത, ഗ്രാഫിക് ഡിസൈനിന്റെ റോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലെഫ്റ്റ് സൈഡ് നോക്കി കഴിഞ്ഞാൽ വലിയ ഡിഫറൻസ് കാണാനില്ല. പക്ഷേ ലെഫ്റ്റ് സൈഡിലെ റൈറ്റ് സൈഡിലെ ആ സീലിംഗ് ലൈറ്റ്സ് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും എന്താ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ വന്ന ഇമേജ് എന്ന് പറഞ്ഞാൽ ഒരു നോർമലി 3D സോഫ്റ്റ്വെയറിൽ നമ്മൾ ഒരു സ്റ്റെയർ ചെയ്തെടുത്തു.
എന്നിട്ട് അതിനെ റെൻഡറിങ് ഇൻ ദ സെൻസ് പ്രോസസിംഗ് ആണ്. റെൻഡറിങ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ കിച്ചണിൽ ഒരു കറി വെക്കാനായിട്ട് കുറച്ച് സമയം വേണം. ആ സമയം കഴിഞ്ഞാൽ മാത്രമേ അതിന്റെ ആ ഒരു ടൈം എടുത്ത് കുക്ക് ചെയ്ത് കഴിഞ്ഞ് കിട്ടുമ്പോഴാണ് അത് കറിയായി മാറുന്നത്. ഇൻ ബിറ്റ്വീൻ നമ്മൾ എടുത്താൽ അത് കറിയായി മാറുന്നില്ല. സോ അതുപോലെ there is a process to get the output out of 3D softwares after making these whole things, but you can see inside the left hand side image. സോ അതാണ് ആ ഔട്ട്കം ആണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. ഓക്കെ, സോ ആ ഔട്ട്കം ഔട്ട്പുട്ട് കിട്ടിക്കഴിയുമ്പോൾ കാണുന്ന ലെഫ്റ്റ് സൈഡിലെ കൂട്ട് തന്നെയാണ്. പക്ഷേ അതിന് നമ്മൾ കുറച്ചുകൂടെ ഒന്ന് മസാലയൊക്കെ ഇട്ട് കറി നന്നാക്കി എടുക്കുന്നത് പറയുന്ന പോലെ കുറച്ചുകൂടെ ഒക്കെ ഒന്ന് വൈബ്രന്റ് ആക്കി എടുക്കുന്നത് റൈറ്റ് സൈഡിൽ എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചാൽ ഫോട്ടോഷോപ്പിൽ കുറച്ച് ടൂൾസ് ഉണ്ട്. നമുക്ക് ഈ ലൈറ്റ്സ്, സീലിംഗ് ലൈറ്റ്സ് നിങ്ങൾ നോക്കി കാണാം. ആ ലൈറ്റ്സിന് കുറച്ച് ഒരു ഗ്ലെയർ വന്നിട്ടുണ്ട്. ഓക്കെ, ആ ഗ്ലെയറിന്റെ ആ ഒരു ഇഫക്റ്റ് കൊടുത്തിരിക്കുന്നത് ഫോട്ടോഷോപ്പിലാണ്, ഗ്ലെയർ ഇഫക്റ്റ് മാത്രം. പിന്നെ കുറച്ചുകൂടെ ഒരു ബ്രൈറ്റ് ആക്കിയിട്ടുണ്ട് ആ ഒരു ലെഫ്റ്റ് സൈഡിലത്തെ ഇമേജിനെ ബേസ് ചെയ്ത് റൈറ്റ് സൈഡിലത്തെ ഇമേജ്. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് താഴെ സ്റ്റെയറിന്റെ വാളിന്റെ ഇടയ്ക്കായിട്ട് ഒരു സ്റ്റീലിന്റെ ഒരു ചെടി വെച്ചിരിക്കുന്ന ഒരു പാത്രം കാണാം, സ്റ്റീലിന്റെ. റൈറ്റ് സൈഡിൽ നമുക്ക് കുറച്ചുകൂടെ ഒരു വൈബ്രന്റ് ഫീൽ ഉണ്ട് അതിന്. സോ അതുപോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കളർ കറക്ഷൻ പറയാൻ പറ്റും ഇതിനെ. സോ ഇതൊക്കെ ചെയ്യാൻ ഫോട്ടോഷോപ്പ് വേണം. സോ ഇന്റീരിയർ ഡിസൈനിങ്ങിലും അതിന്റെ ഒരു റോള് നല്ലപോലെ ഉണ്ട്. നെക്സ്റ്റ്, ലാൻഡ്സ്കേപ്പ് ഡിസൈൻ. നിങ്ങൾ ഈ കാണുന്ന ലാൻഡ്സ്കേപ്പ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ നോർമലി നമ്മളൊരു പ്ലാൻ തയ്യാറാക്കുകയാണ്. ഒരു കോളേജ് അല്ലെങ്കിൽ ഒരു സ്കൂള് അല്ലെങ്കിൽ സിംപ്ലി പറയാം നമ്മുടെ ഒരു വീട്, അല്ലെങ്കിൽ ഒരു റിസോർട്ട്, ഇവിടെ ഇപ്പോൾ റിസോർട്ട് ആണെന്ന് വേണേൽ പറയാം, ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന് മുമ്പ് റിസോർട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സെൻസ് ഒരു റിസോർട്ട് പണിയാൻ വേണ്ടി ഒരു ഏക്കർ സ്പേസ് ഒരാൾ വാങ്ങി അവിടെ സ്റ്റാർട്ട് ചെയ്തതിന് മുമ്പ് ഇതുപോലെ കുറച്ച് പ്ലാൻസ് അവർ മനസ്സിൽ കാണും. എന്നിട്ട് അത് പേപ്പറിൽ വരയ്ക്കും. എന്നിട്ട് അത് സോഫ്റ്റ്വെയറിൽ അതിനെ റീഡു ചെയ്യും. അപ്പം ചെയ്യുന്ന ആ ഒരു ഡിസൈൻ, ലാൻഡ്സ്കേപ്പ് ഡിസൈൻ ഇങ്ങനെയായിരിക്കും ചെയ്യുന്നത്. ലൈക്ക് നമ്മൾ കുറെ ടോപ്പിൽ നോക്കുന്ന വ്യൂവിൽ ഒരു പ്ലാൻ പോലെ ആയിരിക്കും ചെയ്യുന്നത്. ആക്ച്വലി ക്യാറ്റ് പ്ലാൻ പോലെ അല്ല. ക്യാറ്റ് പ്ലാൻ എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീടിന്റെ പ്ലാനുകളൊക്കെ, അതുപോലെ അല്ല. ആക്ച്വലി അത് കളർഫുൾ ആയിട്ട് ഇവിടെ എന്തൊക്കെ എങ്ങനെയൊക്കെ വരണം എന്നൊരു കാര്യം, പ്ലാൻ ബേസ്ഡ് അല്ല. പക്ഷെ പ്ലാനും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. പക്ഷെ ലാൻഡ്സ്കേപ്പ് ഡിസൈൻ എന്ന് പറയുമ്പോൾ ഇതുപോലെ കളർഫുൾ ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു സാധാരണ മനുഷ്യന് കണ്ടാൽ തോന്നണം. ഇപ്പൊ ക്യാറ്റ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ക്യാറ്റിനെ കുറിച്ച് അറിയാത്ത കുറച്ച് പേർക്ക് കണ്ടാലേ ആ ഡീറ്റെയിൽസ് കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. ഇത് ഏത് സാധാരണക്കാരനും മനസ്സിലാവും. ഇവിടെ കുറച്ച് ചെടികൾ വരും, അവിടെ കുറച്ച് ട്രീസ് ഉണ്ട്, പിന്നെ കുറച്ച് സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, വാട്ടർ ഏരിയ വരുന്നുണ്ട്, ഇടയ്ക്കിടെ കുറച്ച് ഫൗണ്ടൻസ് ഉണ്ട്, പിന്നെ കുറച്ച് സീറ്റിംഗ് കപ്പാസിറ്റി സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ കാണാം, 4 ചെയറിന്റെ കുറെ എണ്ണം കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു ഹട്ട്സ് 2 എണ്ണം ഉണ്ട്, പിന്നെ ഒരു മെയിൻ ഒരു ഹൗസും ഉണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് കുറച്ച് എഫേർട്ട് എടുത്ത് ചെയ്യേണ്ട കാര്യമാണ്. അപ്പം ലാൻഡ്സ്കേപ്പ് ഡിസൈനിനകത്ത് ആ ഒരു ഗ്രാഫിക് ആർട്ടിസ്റ്റിന്റെ ഇമ്പോർട്ടൻസ് അവിടെ വരുന്നുണ്ട്. നെക്സ്റ്റ് ഇമേജ് എഡിറ്റിംഗ് വരുന്നത് പാക്കേജിംഗ് ഡിസൈൻ. ഓക്കെ, പാക്കേജിംഗ് ഡിസൈൻ എന്ന് പറയുന്ന രീതിയിലോട്ടാണ് വരുന്നത്. പാക്കേജിംഗ് ഡിസൈൻ എന്ന് പറയുമ്പോൾ ഇതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഇമേജിൽ ലെഫ്റ്റ് വൺ ഗ്രേ കളറിലെ ഒരു കവറാണ്. അത് റൈറ്റ് വണ്ണിലെ പോലെ സ്റ്റിക്കറിങ് ചെയ്ത് അത് അതിന്റെ മേളിൽ റാപ്പപ്പ് ചെയ്യുന്ന ഒരു രീതിയാണ് പാക്കേജിംഗ് മോക്കപ്പ് ഡിസൈൻ. മോക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനലി ഉള്ളതുപോലെ അതിനെ പ്ലേസ്മെന്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ അങ്ങനെ ചെയ്തിരിക്കുന്നതാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന 2 ഇമേജ്. പിന്നെ മേളിൽ കാണുന്ന റൈറ്റ് സൈഡിൽ കാണുന്ന ആ ഒരു മിൽക്ക് ബോട്ടിൽ ഞാൻ ആ സിമിലാരിറ്റി കാണിക്കാൻ കൊണ്ടുവന്നതാണ്. ആക്ച്വലി അത് സെയിം ബോട്ടിലെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും, മേളിൽ താഴെ കാണുന്ന ആ മിൽക്ക് ബോട്ടിൽസ്. പക്ഷെ മേളിൽ കാണുന്ന മിൽക്ക് ബോട്ടിൽ പോലെ ഇരിക്കുന്ന ആ ഒരു മോക്കപ്പിലോട്ടാണ് നമ്മൾ, അങ്ങനെ ഒരു ഇമേജ് നമ്മുടെ ഉണ്ടാവും. ആ ഇമേജിലോട്ട് നമ്മൾ ചെയ്ത ഡിസൈൻ, പാക്കേജിംഗ് ഡിസൈനിന് വേണ്ടി ചെയ്ത ആ ഡിസൈൻ ഇതിന്റെ മേളിൽ റാപ്പപ്പ് ചെയ്യും. റാപ്പപ്പ് ഇൻ ദ സെൻസ് അതിന്റെ മേളിലോട്ട് പ്ലേസ് ചെയ്ത് കവർ ചെയ്ത് വെക്കുമ്പോൾ ഇതുപോലെ ആയിരിക്കും, താഴെ കാണുന്ന പോലെ ആയിരിക്കും. ബ്ലൂ കളറിലെ പോലെ, ബ്ലൂ കളറിലെ മിൽക്കിന്റെ കവർ പോലെയും റൈറ്റ് സൈഡിൽ കാണുന്ന ആ ഒരു ബോട്ടിലിനകത്ത് ബ്ലാക്കിൽ എഴുതിയിരിക്കുന്നത്, മിൽക്ക് എഴുതിയിരിക്കുന്ന പോലെയും. അപ്പൊ അതൊക്കെ പാക്കേജിംഗ് ഡിസൈനിൽ ഫീൽഡ് ചെയ്യുന്ന രീതിയാണ് ഫോട്ടോഷോപ്പ്. അപ്പൊ ഡിഫറെന്റ് ഫീൽഡ് അനുസരിച്ച് ഫോട്ടോഷോപ്പിന്റെ ആ ഒരു യൂസ്, ഇലസ്ട്രേറ്ററിന്റെ യൂസ്, കോറന്റെ യൂസ് മാറും. ഓക്കെ, നെക്സ്റ്റ് ഡിജിറ്റൽ പെയിന്റിംഗ്. ഡിജിറ്റൽ പെയിന്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് കാണാം, ഈ കാണുന്ന ഇമേജ് തന്നെയാണ് ഡിജിറ്റൽ പെയിന്റിംഗ് എന്ന് പറയുന്ന കാര്യങ്ങൾ. ഇപ്പൊ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഒരു ഓപ്പൺ ഒരു സ്ക്രീൻ നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു മോണിറ്റർ എടുത്ത് ചരിച്ച് വെച്ചിട്ട് അതിനകത്ത് വരയ്ക്കുന്ന പോലെയാണ്. ആക്ച്വലി ഇതിന്റെ പേര് ഡ്രോയിങ് ടാബ്ലറ്റ് എന്നാണ്. ഡ്രോയിങ് ടാബ്ലറ്റ് എന്ന് പറയുമ്പോൾ ടച്ച് സ്ക്രീൻ പോലെ തന്നെ ഇരിക്കും. പക്ഷെ നമുക്ക് ലെഫ്റ്റ് സൈഡ് ഇയാളുടെ ആ കയ്യിൽ കാണുന്ന ഫോട്ടോയിൽ കാണുന്ന ആളുടെ കയ്യിൽ കാണുന്ന ഒരു പെൻ ഉണ്ട്. അതിന് നമുക്ക് പേര് പറയാം ലൈറ്റ് പെൻ എന്ന് പറയും. സോ ആ ലൈറ്റ് പെൻ വെച്ചിട്ട് നമുക്ക് ഡയറക്ട്ലി അതിന് ഒരു സ്കെച്ച് പെൻ വെച്ച് വൈറ്റ് ബോർഡ് വരയ്ക്കുന്നത് പോലെ നമുക്ക് വരയ്ക്കാൻ പറ്റും. ആൻഡ് വി ക്യാൻ യൂട്ടിലൈസ് ദ കളേഴ്സ് ദേ പ്രൊവൈഡ് ദെയർ ഇൻ ദ ഫോട്ടോഷോപ്പ്. ഫോട്ടോഷോപ്പ് ആണ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിരിക്കുന്നത്. ഫോട്ടോഷോപ്പിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമുക്കൊരു വീഡിയോ ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇപ്പൊ കണ്ട ഡിജിറ്റൽ ഡിസൈൻ ചെയ്യുന്നത് ഇതുപോലെയാണ്. ഫോട്ടോഷോപ്പ് ആണ് സോഫ്റ്റ്വെയർ. നിങ്ങൾക്ക് കാണാം ആ ഒരു വീഡിയോ. ടൈം ലാപ്സ് വീഡിയോ ആണ്, പെട്ടെന്ന് കഴിയും.
ഇത്ര ഫാസ്റ്റ് ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റണമെന്നില്ല, പക്ഷെ അത് ഓൺ ദ ഗോ നമുക്ക് ചെയ്യാൻ പറ്റും. പ്രാക്ടീസിങ് മേക്സ് എവറിഥിങ് ഈസ് ഈസി. ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാം ഇതുപോലെ. ഫൈനലി റിസൾട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ഇത്രയും ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ഡിസൈൻ ഫോട്ടോഷോപ്പിൽ വരച്ചുണ്ടാക്കിയതാണ്. അപ്പോൾ ഫോട്ടോഷോപ്പ് ഈസ് ദാറ്റ് മാഗ്നറ്റിക് ആൻഡ് ദാറ്റ് മാജിക്കൽ. ഓക്കെ, ഫോട്ടോ മാത്രം റീടച്ച് ചെയ്യുന്ന കാര്യം മാത്രമല്ല, നമുക്ക് ഒരു ഡിഫറെന്റ് ആർട്ടിസ്റ്റുകളുടെ ഡിഫറെന്റ് ഫീൽഡിലുള്ള ഡിഫറെന്റ് പർപ്പസ് അനുസരിച്ച് നമുക്ക് ഫോട്ടോഷോപ്പിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ആൻഡ് ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യു ഗൈസ്, ഈച്ച് ഓഫ് യു. ഓക്കെ, ഏതൊക്കെ ഫീൽഡിലാണ് നിങ്ങളുടെ സ്കിൽസ് നിങ്ങൾക്ക് പോലും ഇപ്പോൾ അറിയില്ല. നിങ്ങൾക്ക് ആ ഫീൽഡിലൂടെ വന്നു കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ ഞാൻ ഏതിലാണ് കുറച്ചുകൂടെ എക്സ്പേർട്ട്. ഓക്കെ, അങ്ങനെയാണ് ആ ഒരു ഫീൽഡിന്റെ കാര്യങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് വരുന്നു ആനിമേഷൻ. ആനിമേഷൻ നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും ആനിമേഷൻ എന്ന് പറഞ്ഞാൽ. സോ നമുക്ക് അതിലോട്ട് വരാം. 3D ആനിമേഷൻ. സോ 3D ആനിമേഷനിൽ ഉള്ള കാര്യങ്ങൾ പറയുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ പറയേണ്ട കാര്യം അതിലുള്ള ആനിമേഷൻ ഡിപ്പാർട്ട്മെന്റ്സ് ആണ്. ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാവരുടെയും മനസ്സിലൊരു ചോദ്യം വന്നത് ഡിപ്പാർട്ട്മെന്റ്സോ ഇത്രയും കാര്യങ്ങളുണ്ടോ? യെസ്, ദെയർ ഈസ്. എന്ന് വെച്ചാൽ ഒരു സിനിമ നിങ്ങൾ ആലോചിക്കുമ്പോൾ അതിനകത്ത് കാര്യങ്ങൾ നിങ്ങൾ പറയാറുണ്ട്. പണ്ട് നമ്മൾ സിനിമയിലുള്ള ആക്ടേഴ്സിനെ കുറിച്ച് മാത്രമേ സംസാരിക്കാറുള്ളൂ, ആക്ട്രസിനെ കുറിച്ച് മാത്രമേ സംസാരിക്കാറുള്ളൂ. വില്ലൻ ആര്, ഹീറോ ആര്, ഹീറോയിൻ ആര്. പക്ഷെ ഇപ്പൊ നമ്മൾ പലരും സംസാരിക്കാറുണ്ട് അതിന്റെ ഡയറക്ടർ ആരാണ്, അതിന്റെ സംഗീത സംവിധായകൻ ആരാണ്, ആൻഡ് അതിലെ സ്റ്റണ്ട് മാസ്റ്റർ ആരാണ്. അപ്പൊ അങ്ങനെ എല്ലാത്തിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്നവരാണ് നമ്മൾ മലയാളികൾ. ഇപ്പോൾ അതിനെക്കുറിച്ചെല്ലാം കൂടുതൽ അനലൈസ് ചെയ്യാൻ ശ്രമിക്കാറുള്ളവരാണ്, ചർച്ചകൾ നടത്താറുള്ളവരാണ്. സോ അങ്ങനെയുള്ളത് കൊണ്ട് ബേസിക്കലി ഒട്ടുമുക്കാൽ മലയാളികൾക്കും ഇപ്പൊ അറിയാമെന്ന് തോന്നുന്നു ഇതിന്റെ ഒരു സിനിമയുടെ പുറകിലുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഏതൊക്കെ ഫീൽഡ് ഉണ്ടെന്നുള്ളത് പോലെ എന്നുള്ള കാര്യങ്ങൾ. സോ അതുപോലെ തന്നെ സിമിലർലി 3D ഫീൽഡിലും 3D അനിമേഷൻ ഫീൽഡിലും നമുക്കൊരു 3D അനിമേഷൻ മൂവി, ഫോർ എക്സാമ്പിൾ പറയാൻ മൂവി പെട്ടെന്ന് തന്നെ മനസ്സിലോട്ട് വരുന്നത് മൊവാന ഒന്നുണ്ട്. 3D അനിമേഷൻ, എൻറ്റയർലി 3D അനിമേഷൻ എന്ന് പറയുന്നത് മൊവാന വരുന്നുണ്ട്. പിന്നെ ടിൻറ്റിൻ ഒരു സിനിമയുണ്ട്, ടിൻറ്റിൻ എന്ന് പറയുന്ന മൂവിയാണ്. പണ്ടത്തെ ഒരു കാർട്ടൂൺ ആയിരുന്നു, ഇപ്പൊ 3D ആയിട്ട് ഇറക്കിയിട്ടുണ്ട്. പിന്നെ മൗഗ്ലി ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ കുറെ മൂവീസ് ഉണ്ട്. സോ അതുപോലെ ഉള്ള ഒരു അതുപോലത്തെ മൂവീസ് ഒക്കെ ഡെവലപ്പ് ചെയ്തത് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടത്തുന്ന കുറെ ഹാർഡ് വർക്സിനെ കുറിച്ച് നമുക്ക് പറയാം. സോ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാം 3D പ്രൊഡക്ഷൻ പൈപ്പ് ലൈൻ. യെസ്, അപ്പോ 3D പ്രൊഡക്ഷന്റെ പൈപ്പ് ലൈൻ ആണ് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ കാണുന്ന ഇമേജിൽ കാണുന്നത്. സോ ദർ ആർ വി ക്യാൻ ഡിവൈഡ് ഇൻടു 3 ഡിവിഷൻസ്. സോ പ്രീ പ്രൊഡക്ഷൻ, പ്രൊഡക്ഷൻ ആൻഡ് പോസ്റ്റ് പ്രൊഡക്ഷൻ. ഇത് എക്സാക്ട്ലി ഒരു മൂവിയുടെ കൂട്ട് തന്നെയാണ്, മൂവിയുടെ ഹാർഡ് വർക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ്. സോ നമുക്ക് കാണാം ലെഫ്റ്റ് സൈഡ് ഏറ്റവും മേളിൽ ഒരാള് ചൂണ്ടുവരൽ ബുക്ക് ചെയ്ത് നിൽപ്പുണ്ട്. ഐഡിയ രാവിലെ എണീച്ചു, അതൊരു ഫണ്ണി ആയിട്ട് കാണിച്ചിരിക്കുന്നുള്ളൂ. സോ ഐഡിയ വന്നു, ദെൻ സ്റ്റോറി എക്സ്പ്ലെയിൻ ചെയ്യുന്നു ടു ദ ടീം. ഒരു ടീമിന് സ്റ്റോറി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ അതിൽ നിന്ന് കുറെ ഐഡിയാസ് പലരും പല രീതിയിൽ പറയുന്നു. ദെൻ ഇറ്റ് ഗോസ് ടു ദ സ്റ്റോറി സ്റ്റോറി ബോർഡ്. സ്റ്റോറി ബോർഡ് എന്ന് പറയുമ്പോൾ ആക്ച്വലി സ്റ്റോറി ബോർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ കാണുന്ന പണ്ട് നിങ്ങൾ സ്കൂൾ ടൈമിൽ എപ്പോഴും വായിച്ചിട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോഴും ഈ ക്ലാസ്സസ് മീൻസ് കുട്ടിയുടെ കാലത്ത് വായിച്ചിട്ടുണ്ടാക്കും. ബാലരമ അല്ലെങ്കിൽ ഡൈജസ്റ്റിന്റെ കോമിക്സ് ഉണ്ടാവും, മാർവൽ കോമിക്സ്, DC കോമിക്സ്, അങ്ങനെയുള്ള ഈ ചിത്രകഥകളുള്ള അമർ ചിത്രകഥയുണ്ട്. അപ്പോ അങ്ങനെയുള്ള മാഗസിൻസ് നിങ്ങൾ തുറക്കുമ്പോൾ അതിനകത്ത് കാണുന്ന ഓരോ കോളം ബൈ കോളം ആയിട്ടുള്ള ആ ഓരോ ആക്ഷൻസ് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്ത് ഫോളോ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. ലൈക്ക് ഒരു സീനിൽ ഒരാള് പഞ്ച് ചെയ്യുന്ന സീനാണ്. പഞ്ച് ചെയ്യുന്ന സീൻ എന്ന് പറയുമ്പോൾ ഇയാളുടെ ആ ഒരു കൈ ചുരുട്ടി വെച്ചേക്കുന്ന ആ ഒരു കോളത്തിന്റെ ഉള്ളിൽ ഫുള്ളി നിറഞ്ഞിരിക്കും. വേറൊരു സീനിൽ ഒരു ഹെലികോപ്റ്ററിന്റെ മേലെ താഴോട്ട് നോക്കുന്ന ഒരു വ്യൂ ആണ്, ഒരു സിറ്റിയുടെ താഴോട്ട്. അപ്പൊ അതിന്റെ എല്ലാം കറക്റ്റ് 3 ഡയമെൻഷണൽ വ്യൂ അതുപോലെ നമുക്ക് ആ ഒരു ചെറിയ കോളത്തിൽ നമുക്ക് ഫീൽ ചെയ്യും. സോ സെയിം വേ നമുക്ക് സ്റ്റോറി ബോർഡിലും ഇതുപോലെ തന്നെ ഒരു സീൻ എന്ന് വെച്ചാൽ ഒരു സിനിമ നോക്കുമ്പോൾ സിനിമയിലോട്ട് നോക്കുമ്പോൾ ഓരോ സീനും ഓരോ കട്ട് സീൻസ് എങ്ങനെയാണ് അവിടെ വരേണ്ടത് അത് ആണ് ഓരോ കോളത്തിലും ഇവിടെ കാണിച്ചു കൊടുത്തിരിക്കുന്നത് സ്റ്റോറി ബോർഡിൽ. മേളിൽ കാണുന്ന തേർഡ് വൺ ഐഡിയ, സ്റ്റോറി ആൻഡ് സ്റ്റോറി ബോർഡ്. സ്റ്റോറി ബോർഡിൽ കാണിച്ചിരിക്കുന്ന ആ സീൻ എന്ന് പറയുമ്പോൾ ആക്ച്വലി ശരിക്കും ഇങ്ങനെയാണ് വരുന്നത്. ഇപ്പൊ മിക്ക സിനിമകളും സ്റ്റോറി ബോർഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ സ്റ്റോറി ബോർഡ് നമുക്ക് ചെയ്ത് നോക്കുമ്പോൾ സ്റ്റോറി ബോർഡിന്റെ പേപ്പർ നമ്മൾ മറിച്ച് നോക്കുക, അല്ലെങ്കിൽ സ്റ്റോറി ബോർഡിന്റെ ഇമേജസ് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാം നെക്സ്റ്റ് സീൻ എന്താണ്, ഏത് സീൻ കഴിഞ്ഞ് ഏത് വരുന്നു, ഇതിനെ കുറിച്ചുള്ള കണ്ടിന്യൂവേഷൻ കിട്ടും. പിന്നെ കുറച്ച് ടൈം സേവ് ചെയ്യാൻ പറ്റും. കുറെ റീൽസിന്റെ ആ ഒരു വേസ്റ്റേജ് ഒഴിവാക്കാം സിനിമയുടെ കാര്യം പറയുമ്പോൾ എന്ന് പറയുന്ന പോലെയാണ്
സ്റ്റോറി ബോർഡിന്റെ കാര്യം ഇവിടെ യൂസ് ചെയ്യുന്നത്. സ്റ്റോറി ബോർഡ് സിനിമയിൽ യൂസ് ചെയ്യുന്നത് ഇപ്പൊ ആനിമേഷനിൽ നേരത്തെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോ സ്റ്റോറി ബോർഡിലോട്ട് വരുന്നു. നെക്സ്റ്റ് ആനിമാറ്റിക്സ്. ആനിമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഒരാൾ എന്ത് ചെയ്യണം എന്നുവെച്ചാൽ എക്സാജറേഷൻ കുറച്ച് കൂടുതൽ വരുന്ന ഒരു കാര്യമാണ്. ഞാനിപ്പോ ഒരു നേരിട്ട് ഇപ്പൊ കാണിക്കാൻ പറ്റില്ലെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോ ഒരു സിഗരറ്റ് വലിക്കുന്നു എന്ന രീതിയിൽ കാണിക്കുകയാണ്. ഞാൻ നോർമലി ഒരു സിഗരറ്റ് എടുക്കുന്നു, വലിക്കുന്നു. പക്ഷേ ഇതൊരു നല്ലപോലെ ഈ ഡ്രങ്കാർഡായിട്ടുള്ള ഒരാൾ എന്ന് വെച്ചാൽ വെള്ളം അടിച്ച ഒരാൾ സിഗരറ്റ് എടുക്കുവാണെങ്കിൽ അതിന് കുറെ എക്സ്പ്രഷൻസ് കാണും. അപ്പൊ അത് അതുപോലെ കാണിക്കാനായിട്ട് നോക്കുമ്പോൾ കുറച്ച് നമുക്ക് കാണും, അയാൾ എടുക്കുന്ന രീതിയും അയാൾ നടക്കുന്ന രീതിയും കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ചിരി വരും. ചിരി വരുന്നതിന്റെ കാരണം വെച്ചാൽ സാധാരണ ആളുകൾ ചെയ്യുന്നത് പോലെ അല്ല അയാൾ ചെയ്യുന്നത്. വൈ? ബിക്കോസ് അത് അയാൾ വെള്ളം അതോടും പോയിട്ടുണ്ട്, കള്ളു കുടിച്ചിട്ടുണ്ട്, അതുകൊണ്ട്. സോ അതൊരു എഫക്റ്റ് ആണ്, കാണുന്നവർക്ക് ആ ഒരു എക്സ്ട്രാ ഇഫക്റ്റ് കാണുന്നതുകൊണ്ടാണ് ചിരി വരുന്നത്. സോ എക്സാജറേഷൻ. സോ നമുക്ക് കാർട്ടൂൺസ് പറയുമ്പോഴത്തേക്ക് ടോം ആൻഡ് ജെറി ഒക്കെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അതിനകത്ത് ഫുള്ളി ആനിമാറ്റിക്സ് ആണ്. ആനിമാറ്റിക്സ് ഇൻ സെൻസ് നമുക്ക് നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ, അത് നല്ല കോമഡി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് നല്ല എക്സാജറേഷൻ ഫീൽ ഉണ്ട്. ഇപ്പൊ ഒരു ജെറി ടോമിനെ ഒരു വടിയെടുത്ത് അടിക്കുന്നത് കാണിക്കുന്നുണ്ട്. വടിയെടുത്ത് പുറമോട്ട് വീശി എന്നിട്ട് നല്ല ടൈം എടുത്തിട്ടാണ് ഒറ്റയടി ബാക്കിൽ ഫ്രണ്ടിലോട്ട് വിടുന്നത്. അപ്പൊ ആ സ്പീഡ് ബാക്കിലോട്ട് പതുക്കെ കൊണ്ടുപോയി അവിടെ ഞാൻ വലിഞ്ഞ് നിന്നിട്ട് ഒരു അടി അടിക്കുമ്പോഴത്തേക്ക് ആ ഒരു ബാക്കിലോട്ട് സ്പീഡ് കുറയാൻ സ്ട്രെസ് ചെയ്ത് പിടിച്ചു പെട്ടെന്ന് വന്നു. അപ്പൊ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ മൂവ്മെന്റ്സും ഒക്കെയാണ് ആനിമാറ്റിക്സിൽ വരുന്നത്. ദെൻ ഡിസൈൻ. ഇനിയും ഡിസൈൻ ആണ്. എങ്ങനെ എന്ത് വരയ്ക്കണം, ക്യാരക്ടറിനെ വരയ്ക്കണം. മീൻസ് ഒരു സ്റ്റോറി എന്ന് പറയുമ്പോൾ ഒരു സിനിമയുടെ കാര്യങ്ങൾ അതിനകത്ത് ഒരു ക്യാരക്ടർ ഉണ്ട്, വില്ലൻ ഉണ്ട്, ഹീറോ ഉണ്ട്, ഹീറോയിൻ ഉണ്ട്, പിന്നെ എവിടെയാണ് ഇത് നടക്കുന്നത് എന്ന കാര്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, ഏത് സ്ഥലത്താണ് നടക്കുന്നത്, അപ്പോൾ ഏത് കാലാവസ്ഥയിലാണ്, നൈറ്റിലാണോ ഡേയിലാണോ, മഴയുണ്ടോ അതോ അങ്ങനെ അല്ലാത്ത സമയമാണോ, ഇതെല്ലാം കാലാവസ്ഥകളും സ്ഥലങ്ങളും എല്ലാം മാറ്റർ ആവുന്നുണ്ട്. സോ ഡിസൈൻ വരുന്നു. ലേഔട്ടിലാണ് കാര്യങ്ങൾ കൂടുതലും അത് കൊണ്ടുവരുന്നത്. ലേഔട്ട് എന്ന് പറഞ്ഞാൽ, ലേഔട്ട് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ അയാളുടെ സ്ഥാനം എന്ന് പറഞ്ഞാൽ ആസ് എ DOP, ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഡയറക്ടർ ഓഫ് സിനിമാറ്റോഗ്രാഫി എന്ന് പറയുന്നത്. DOP എന്ന് പറഞ്ഞാൽ ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി ആയിരുന്നു പറയും, ഇപ്പോൾ അത് ഡയറക്ടർ ഓഫ് സിനിമാറ്റോഗ്രാഫി എന്നാണ് പറയുന്നത്. സോ ഡയറക്ടറിന് മീൻസ് ആക്ച്വൽ ആ ഒരു പ്രൊഡക്ഷന്റെ ഡയറക്ടറിനോട് ചേർന്ന് നിന്നിട്ടാണ് ലേഔട്ട് ചെയ്യുന്ന ലേഔട്ട് ആർട്ടിസ്റ്റ്. സെക്കൻഡ് വൺ, പ്രൊഡക്ഷൻ എന്നുള്ള കാറ്റഗറിയിൽ വരുന്ന ഫസ്റ്റ് വൺ. ഓക്കെ, അപ്പൊ അതിനകത്ത് ലേഔട്ട് ആർട്ടിസ്റ്റ് ചെയ്യുന്നത്. പിന്നെ R&D ചെയ്യുന്നുണ്ട്, അതിനെക്കുറിച്ചുള്ള കറക്ഷൻസ് ചെയ്യുന്നുണ്ട്, എന്താ വേണ്ടത്. നെക്സ്റ്റ് കംസ് മോഡലിംഗ്. മോഡലിംഗിൽ നമ്മളൊരു ക്യാരക്ടറിനെ മോഡൽ ചെയ്യുന്നു, അതിനെക്കുറിച്ച് എനിക്ക് പറയാം. ഈ പ്രൊഡക്ഷൻ പൈപ്പ്ലൈൻ ജസ്റ്റ് ഒന്ന് ഫോട്ടോ കയറി നോക്കുക. ടെക്സ്ചറിംഗ് വരുന്നു, റിഗിംഗ് സെറ്റപ്പ് വരുന്നു, ആനിമേഷൻ. റിഗിംഗ് കഴിഞ്ഞിട്ടാണ് ആനിമേഷനിൽ വരുന്നത്. VFX ഈ കാണുന്ന പോലെ തന്നെ ഇഫക്ട്സ് എക്സ്ട്രാ ചേർക്കുന്നതാണ്. ലൈറ്റിംഗ് വരുന്നുണ്ട്. ദെൻ കംസ് റെൻഡറിംഗ്. ഇത് ജസ്റ്റ് സിംപലൈസ് ചെയ്ത് വെച്ചു ഉള്ളൂ, നിങ്ങൾക്ക് പെട്ടെന്ന് അതിലൂടെ കയറി പോകാൻ പറ്റും. നെക്സ്റ്റ് ആണ് പ്രീ പ്രൊഡക്ഷൻ. കോമ്പോസിറ്റിംഗ് വരുന്നുണ്ട്. കോമ്പോസിറ്റിംഗ് നിങ്ങൾ കാണുന്ന കാര്യം എന്താ വെച്ചാൽ 3 മോണിറ്റേഴ്സ് കാണാം. 3 മോണിറ്ററിലും ഈ ക്യാരക്ടർ ഈ ലെഫ്റ്റ് സൈഡ് താഴെ കാണുന്ന പോസ്റ്റ് പ്രൊഡക്ഷന്റെ കാറ്റഗറിയിൽ ഫസ്റ്റ് ഐക്കൺ കാണുമ്പോൾ അതിനകത്ത് കാണിക്കുന്നത് വെച്ചാൽ കുറെ കറക്ഷൻസ് അവിടെ ഇവിടെയൊക്കെ ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് 3 മോണിറ്റേഴ്സ് വരുന്നത്. സ്പേസ് വളരെ കുറവായിരിക്കും നമുക്ക്, അതുകൊണ്ടാണ് 3 മോണിറ്റർ, അല്ലാതെ വെറുതെ ജാടക്ക് ചെയ്യുന്നതല്ല അത്. സോ അപ്പോൾ അതിനകത്ത് കോമ്പോസിറ്റിംഗ് എന്ന് പറയുമ്പോൾ കളർ കറക്ഷൻസ് കാണും. കുറെ കട്ട് പീസസ് ആയിട്ടായിരിക്കും നമ്മൾ വീഡിയോ എടുക്കുന്നത്. എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ ഒരു വീഡിയോ നമ്മുടെ ഫോണിൽ ഷൂട്ട് ചെയ്യുന്നു, കുറച്ച് ഔട്ടർ നമ്മൾ എക്സ്റ്റീരിയറിൽ ഷൂട്ട് ചെയ്യുവാണ്. ഒരാളെ നിർത്തി നമ്മൾ ഷൂട്ട് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ അവസ്ഥ പറഞ്ഞാൽ ചിലപ്പോൾ മഴ വരും, ചിലപ്പം വെയിലാണ്, അങ്ങനത്തെ അവസ്ഥ നിൽക്കുക. ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു വെയിൽ കുറവാണ് എന്ന് വിചാരിക്കുക. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് അടുത്ത ആ ആളുടെ വേറൊരു ഷൂട്ടിംഗ് ചെയ്യുവാണ്, വേറൊരു വീഡിയോ ഷൂട്ട് ചെയ്യുവാണ്. അപ്പം വെയിൽ നല്ലപോലെ വന്നു. സോ വാട്ട് ഹാപ്പൻസ് ഈസ് നമ്മൾ ഒരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിലോട്ട് ഈ 2 വീഡിയോസ് എടുത്തിട്ട് ഒന്നിന്റെ കണ്ടിന്യൂഷൻ വീഡിയോ തന്നെ 2 ടൈമിൽ എടുത്താണ്. 2 ടൈം ഇൻ ദ സെൻസ് 1 മിനിറ്റോ 2 മിനിറ്റോ സെക്കൻഡ് മിനിറ്റോ ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. ബട്ട് സ്റ്റിൽ ദ ലൈറ്റ് മാറ്റേഴ്സ്. സോ ആ ലൈറ്റിനെ കറക്റ്റ് ചെയ്യണം, ഒന്നിൽ നിന്ന് മറ്റൊന്നുള്ള സിങ്ക് കിട്ടാൻ വേണ്ടി, ഒരു വീഡിയോയിൽ നിന്നും മറ്റേ കണക്ഷൻ ആണെന്ന് തോന്നാൻ വേണ്ടി. അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു 2 വീഡിയോകൾ ഒരുമിച്ചാക്കി നമ്മൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു ജർക്കിംഗ് ഫീൽ ചെയ്യും. ഇതെന്താ ഇങ്ങനെ എന്ന് കാണുന്നവർക്ക് ഒരു ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യും കാഴ്ചയിൽ. സോ ആ ഡിസ്റ്റർബൻസ് ഒഴിവാക്കാനുള്ള കാര്യങ്ങളെല്ലാം കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ദാറ്റ്സ് ഓൾസോ എ ബിഗ് ഡീൽ. സോ പോസ്റ്റ് പ്രൊഡക്ഷൻ സെക്കൻഡ് വൺ വരുന്നത് 2D എഫക്ട്സ്, മോഷൻ ഗ്രാഫിക്സ്. ഗ്രാഫിക്സ് കുറച്ച് വരുന്നുണ്ട്, മോഷൻ ഗ്രാഫിക്സ് കുറച്ച് വരുന്നുണ്ട്. മോഷൻ ഗ്രാഫിക്സ് ഇൻ സെൻസ് കുറച്ച് 2D അനിമേഷൻസ് വരുന്നുണ്ട്. 2D അനിമേഷൻ ചിലപ്പോൾ ചില സിനിമകളിലൊക്കെ നമുക്ക് കാണാം ടൈറ്റിൽ ഇപ്പൊ ഒരു 2D പോലെ വരുന്നത്, ചില മലയാള സിനിമകളിലൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പൊ ആ ടൈപ്പ് 2D ഇഫക്ട്സുകൾ നമ്മൾ കൂടുതൽ ചേർക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ VFX തന്നെ 2D 3D എന്തോ ആയിക്കോട്ടെ, 2D ആണ് ആക്ച്വലി 3D പോലെ വർക്ക്ഔട്ട് ചെയ്യും കാഴ്ചയിൽ ടു ദ വ്യൂവേഴ്സ്. അപ്പൊ അങ്ങനെ ഉള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് മോഷൻ ഗ്രാഫിക്സ്, VFX, ഇവിടെയും കളർ കറക്ഷനെ കുറിച്ച് പറയുന്നുണ്ട്. ദെൻ ഫൈനൽ ഔട്ട്പുട്ട്. ഇത്രയും ലെവൽസിലാണ് ഇത് കവർ ചെയ്യുന്നത് 3D പ്രൊഡക്ഷൻ പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ആ ഒരു പിക്ചറൈസേഷനിലൂടെ കയറി പോകാം. ഓക്കെ, സോ ഫസ്റ്റ് വൺ നമ്മൾ ചെയ്യുന്നത് ഒരു ഞാൻ നേരത്തെ പറഞ്ഞത് ക്യാരക്ടറിനെ ഡിസൈൻ ചെയ്യണം. സോ കോൺസെപ്റ്റ് ഡിസൈൻ എന്നൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ അനിമേഷൻ ഡിപ്പാർട്ട്മെന്റ്സിൽ
കുറച്ച് ഡിപ്പാർട്ട്മെന്റ്സിന്റെ കയറി പോയി എന്നുള്ള ഫോട്ടോയിലൂടെ ഒറ്റ ഫോട്ടോയിലൂടെ ഇനി ഫസ്റ്റ് വൺ വരുന്നത് കോൺസെപ്റ്റ് ഡിസൈൻ എന്ന ഫസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. സോ ഇവിടെ നമുക്ക് കാണാം റൈറ്റ് സൈഡ് മേലിൽ എഡൽ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ട്. ആ ക്യാരക്ടറിനെ വരയ്ക്കുന്നത് ഇങ്ങനെയാണ്. ഫ്രണ്ട് 3/4 വ്യൂ, ഒരു സൈഡ്, പിന്നെ ലെഫ്റ്റ് സൈഡോ റൈറ്റ് സൈഡോ, പിന്നെ ഇതുപോലെ 3/4 ഫ്രണ്ടും 3/4 ബാക്കും വരച്ചു, പിന്നെ ആക്ച്വൽ ബാക്ക്. ഇത്രയും വരച്ചാൽ മാത്രമേ ഒരു ക്യാരക്ടറിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇൻ 3D. ഓക്കെ, സോ അതുപോലെ തന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന എക്സ്പ്രഷൻസ് ഇയാളുടെ ഫേസിൽ കാണാം. ക്യാരക്ടേഴ്സിന്റെ എക്സ്പ്രഷൻസ് ആണ്. ആ എക്സ്പ്രഷൻസ് അയാൾ നല്ലപോലെ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ അതുപോലെ നമ്മൾ ആ ക്രിയേറ്റീവ് ഡയറക്ടർ പറയുന്ന ആ ഒരു ടീമിലെ ആ ഒരു സീനിയർ പറയുന്ന രീതിയിൽ ആ സ്റ്റോറിക്ക് അനുസരിച്ച് ക്യാരക്ടർ ഡിസൈൻ ചെയ്യാൻ പറ്റണം. കോൺസെപ്റ്റ് ഡിസൈൻ ചെയ്യുന്നത് വേറൊരാളാണ്, കോൺസെപ്റ്റ് ആർട്ടിസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റും ഹാൻഡിൽ ചെയ്യുന്നത് ഒന്നി സിംഗിൾ പേഴ്സൺസ് ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ കൂടെ 2 ആർട്ടിസ്റ്റുകളുടെ കൂടെ കാണും. സീനിയർ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആർട്ടിസ്റ്റ് കാണും, അതിന് താഴെ 2 ജൂനിയർ ആർട്ടിസ്റ്റുകൾ കാണും. അങ്ങനെ ഓരോ ടീമിനും ഉണ്ടാവും മിനിമം. സോ എങ്കിലേ വർക്ക് മുന്നോട്ട് നീങ്ങത്തുള്ളൂ അത്ര ഫാസ്റ്റ് ആയിട്ട്. അപ്പൊ അതുകൊണ്ട് സോ താഴെ കാണുന്ന പിന്നെ കോൺസെപ്റ്റ് ഡിസൈൻ നിങ്ങൾക്ക് കാണാം, ഒരു തയ്യൽ മെഷീൻ കാണാം. അപ്പൊ അത് കോൺസെപ്റ്റ് ഡിസൈൻ തന്നെയാണ്. ആക്ച്വലി ആ ഡിസൈൻ വരച്ചുണ്ടാക്കി ഇതിന് ശേഷമാണ് സോഫ്റ്റ്വെയർ കൊണ്ടുപോയി 3D ആയിട്ട് മോഡൽ ചെയ്തെടുക്കുന്നത്. സോ അതുപോലെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് ഒരു മൗസ് ആണെന്ന് തോന്നുന്നു, മൗസിന്റെ ഡിസൈൻ കാണാം, ഒരു പെൻസിൽ കൊണ്ട് വരയ്ക്കുന്നത്. അപ്പോൾ അതും ഇതുപോലെ തന്നെ കോൺസെപ്റ്റ് ഡിസൈൻസ് ആണ് ആദ്യം വരയ്ക്കുന്നത്. കോൺസെപ്റ്റ് ഡിസൈൻസ് വരച്ചിട്ടാണ് ഞാനിപ്പോൾ ക്യാരക്ടറിനെ മാത്രം കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലായിരുന്നു. സോ ക്യാരക്ടറിനെ കാണിച്ചു, ബാക്കിയുള്ള ഇനോർഗാനിക് ഒബ്ജക്ട്സിനെ കാണിച്ചു, ഓർഗാനിക്കും ഇനോർഗാനിക് ഒബ്ജക്ട്സിനെ കാണിച്ചു. നിങ്ങൾക്ക് മനസ്സിലാവും കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്. സോ ആദ്യം വരച്ച് ആ ക്യാരക്ടറിനെ പേപ്പറിൽ റെഡി ആയി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ സോഫ്റ്റ്വെയറിലോട്ട് കൊണ്ടുവന്നിട്ട് വരയ്ക്കത്തുള്ളൂ, മോഡൽ ചെയ്തുള്ളൂ, റീക്രിയേറ്റ് ചെയ്തുള്ളൂ. ഓക്കെ, സോ ദാറ്റ് ഈസ് കോൺസെപ്റ്റ് ഡിസൈൻ. നെക്സ്റ്റ് കംസ് സെറ്റ് മോഡലിംഗ്. സെറ്റ് മോഡലിംഗ് ഇൻ ദ സെൻസ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കും, സിനിമയുടെ സെറ്റ് ഇട്ടു, ഇന്ന സ്ഥലത്ത് ഒരു സിനിമയുടെ സെറ്റ് ഇട്ടിട്ടുണ്ട്, ഇപ്പൊ തന്നെ ആലുവയിൽ ഒരു സെറ്റ് ഇട്ടിട്ട് പോയി എന്നുള്ള പറഞ്ഞ ഒരു കാര്യം കേട്ടായിരുന്നു നമ്മൾ ഏതൊരു സിനിമയ്ക്ക് വേണ്ടി, പൃഥ്വിരാജിന്റെ ആയിരുന്നു. ഓക്കെ, എന്ന് പറഞ്ഞ പോലെ സെറ്റ് മോഡലിംഗ്, അത് പറയാൻ വേണ്ടി എക്സാമ്പിൾ പറയുന്നത്. ഓക്കെ, സെറ്റ് മോഡലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സെറ്റ് ഡിസൈൻ ചെയ്യും. ഒരു നമുക്കൊരു കോമഡി പ്രോഗ്രാമിൽ നമുക്ക് കാണാറുണ്ട് സെറ്റ്. വെള്ളപ്പൊക്കം വന്ന് വെള്ളത്തെ പോകുന്നൊരു സെറ്റ് ഉണ്ട്, പിന്നെ ലോറി കൊണ്ട് നിർത്തി എന്നിട്ട് ലോറിയുടെ ഒരു വലിയൊരു കാർഡ്ബോർഡിൽ ലോറി പോലെ വരച്ചുണ്ടാക്കി, അല്ലെങ്കിൽ സ്റ്റിക്കറിംഗ് ഫ്ലെക്സ് കൊണ്ട് ലോറിയുടെ ഡിസൈൻ പ്രിന്റ് എടുത്തു. അതുപോലെ തന്നെ വയലിന്റെ ഡിസൈൻ പ്രിന്റ് എടുത്ത് ഫ്ലെക്സിൽ ആ ഒരു ബോർഡിൽ പ്ലേസ് ചെയ്യുന്നു. സോ അതൊക്കെ ഒരു സെറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ സെറ്റ് ആണ്. എന്ന് പറഞ്ഞ പോലെ ഇവിടെ സെറ്റ് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ടൗൺ കാണിക്കാം, അവരുടെ ഒരു ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു ബേക്കറിയുടെ ഒരു ഷെൽഫ് കാണിക്കുന്നുണ്ട്. അത് കാണിക്കണമെങ്കിൽ അതിലുള്ള എല്ലാ കാര്യങ്ങളും ആ ഇരിക്കുന്ന ഓരോന്നിനും നമ്മൾ പറയുന്ന പേര് പ്രോപ്സ് എന്നാണ്. മനസ്സിലായി? പ്രോപ്പർട്ടീസ് നമ്മൾ പറയും. നമ്മളിപ്പോ ഒരു സെറ്റ് ഡിസൈനിനകത്ത് ഒരു കോമഡി പ്രോഗ്രാമിൽ പറയാറുണ്ട് എന്റെ പ്രോപ്പർട്ടി എന്താ എന്ന് പറയാറുണ്ട്. പ്രോപ്പർട്ടി ഇൻ ദ സെൻസ് അവർ യൂസ് ചെയ്യുന്ന ആ ഒരു കോമഡി സ്കിറ്റിന് വേണ്ടിയുള്ള പ്രോപ്പർട്ടീസ്, ലൈക്ക് ഒരു ചെയർ ആകാം, ഒരു മൈക്ക് ആകാം, അല്ലെങ്കിൽ ഒരു ഷോൾ ആകാം, അങ്ങനെ എന്താ അവർ യൂസ് ചെയ്യുന്ന എല്ലാം അവരുടെ പ്രോപ്പർട്ടീസ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ഈ സെറ്റിൽ നമ്മൾ ഫില്ല് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എല്ലാം പ്രോപ്പർട്ടീസ് എന്ന് പറയും. സോ സെറ്റ്സ് ആൻഡ് പ്രോപ്സ് നമ്മൾ പറയും, പ്രോപ്സ് എന്നാണ് ഷോർട്ട് ഫോമിൽ പറയുന്നത്. സോ സെറ്റ് ഡിസൈൻ ഒരു ബേക്കറിയുടെയാണ്, അതിലുള്ള പ്രോപ്സ് എന്ന് പറഞ്ഞാൽ ഈ സാധനങ്ങളെല്ലാം പ്ലേസ് ചെയ്തേക്കാം. ഓക്കെ, സെറ്റ് എന്ന് പറഞ്ഞാൽ അതാണ്. സോ നെക്സ്റ്റ് റൈറ്റ് സൈഡിൽ കാണാം ഒരു ബ്രോക്കൺ ആയിട്ടുള്ള ഒരു കളവണ്ടി കാണാം, പിന്നെ ഒരു സിറ്റി കാണാം. സോ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. താഴെ ഒരു ബാത്റൂം കാണാം, അതിന്റെ ഒരു ടബ് ഉണ്ട്. റൈറ്റ് സൈഡിൽ ഒരു പാർക്കിന്റെ ഒരു ഡിസൈൻ ഉണ്ട്. സോ ഇതെല്ലാം ഓരോരോ സെറ്റ് ആണ്. ആ സെറ്റിൽ ഓരോരോ എലമെന്റ്സ് ഉണ്ട്. ബാത്ത് ടബ് പ്രത്യേകം ചെയ്യണം, ആ ഒരു ടാപ്പ് പ്രത്യേകം ചെയ്യണം, ഇതെല്ലാം പ്രോപ്സ് ആണ്. സോ അതാണ് സെറ്റ് മോഡലിംഗ് ചെയ്യുന്നത്. അത് വേറൊരു ആർട്ടിസ്റ്റ് ആയിരിക്കും ചെയ്യുന്നത്. സെറ്റ് മോഡലിംഗ് നല്ല ഒരു കോൺസെപ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് ക്യാരക്ടർ മോഡലിംഗ്. അത് വേറൊരു ആർട്ടിസ്റ്റ്, രണ്ട് ആർട്ടിസ്റ്റുകളാണ് ചെയ്യുന്നത്. കാരണം രണ്ടിനുള്ള കോൺസെൻട്രേഷൻ കൂടുതൽ കൊടുക്കാനായിട്ട് സെപ്പറേറ്റ് ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നടക്കുള്ളൂ. സോ ക്യാരക്ടർ ഡിസൈൻ ഇതുപോലെ നമ്മൾ ചെയ്യുന്നുണ്ട്. ക്യാരക്ടർ ഡിസൈൻ ചെയ്യുമ്പോൾ ഇതിപ്പം ഒരു ഗ്രേ കളറിൽ കാണാൻ കാര്യം ടെക്സ്ചറിങ് നമ്മൾ ചെയ്തിട്ടില്ല. റൈറ്റ് സൈഡിൽ നമുക്ക് കാണാം ജോൺ സീന, ഒരു WBFന്റെ ഒരു ആർട്ടിസ്റ്റ് ആണ്. സോ ലെഫ്റ്റ് സൈഡിൽ പിന്നെ കുറെ 2 ആർട്ടിസ്റ്റുകളുണ്ട്. സോ ഇതെല്ലാം മോഡലിംഗ് ചെയ്ത് വരുമ്പോൾ ആദ്യം നമുക്ക് കിട്ടുന്ന ഇഫക്ട് ഇങ്ങനെയാണ്, ഈ ഗ്രേ കളറിലായിരിക്കും. ആ ഒരു ജീൻസിന്റെ ആ ഒരു ഷോർട്സ് നിങ്ങൾ നോക്കേണ്ട, അത് ടെക്സ്റ്റൈഡ് ആണ്. ടെക്സ്റ്റൈഡ് അല്ലാത്ത രീതിയിൽ നോക്കേണ്ട കാര്യമുള്ള ബോഡി ലെഫ്റ്റ് സൈഡിൽ 2 ഇമേജസിലും നോട്ട് ടെക്സ്റ്റൈഡ് എന്ന് വേണം പറയാം. അങ്ങനെ തന്നെയാണ് ക്യാരക്ടർ മോഡലിംഗ് ചെയ്യുമ്പോൾ ഇതുപോലെ ആയിരിക്കും ഇരിക്കുന്നത്. നെക്സ്റ്റ് ടെക്സ്ചറിങ് ചെയ്താൽ ഇതുപോലെ വരും. ടെക്സ്ചറിങ് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പോലെ ആ ഒരു ഇമേജ് വരും. പക്ഷെ ആ ഒരു അതിലുള്ള വയർ ഫ്രെയിം ഇൻ ദ സെൻസ് അതിൽ കാണുന്ന ആ ഒരു ലൈൻസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ആൻഡ് റൈറ്റ് സൈഡിൽ കാണുന്നത് അതിന്റെ ടെക്സ്ചർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഫോട്ടോഷോപ്പിൽ. ടെക്സ്ചറിങ് എന്ന് പറയുന്നത് ഇങ്ങനെ ചെയ്താൽ മാത്രമേ നടക്കുള്ളൂ. എല്ലാം ഒറ്റ ഇമേജിലോട്ട് അത് അയാളുടെ ഒരു ടീത്തിന്റെ പോർഷൻ, ഫേസിന്റെ പോർഷൻ, പിന്നെ എവിടൊക്കെ എന്തൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്, പുതിയ കളേഴ്സ്, പാൻസിന്റെ ടീഷർട്ടിന്റെ കൈയുടെ ആ ഒരു ഡിസൈന്, ഇതെല്ലാമാണ് നമുക്ക് റൈറ്റ് സൈഡിൽ കാണുന്ന അറേഞ്ച് ചെയ്ത് ഇളക്കി വെച്ചിരിക്കുന്നത് പോലെ. സോ അതെല്ലാമാണ് ടെക്സ്ചറിങ് ചെയ്യുന്ന രീതി. ക്യാരക്ടർ ടെക്സ്ചറിങ് സെറ്റിന്റെ ടെക്സ്ചറിങ് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ടെക്സ്ചറിൽ ഒരു സെറ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ അവിടെ സെറ്റിനകത്ത് എന്താ വരുന്നത് വെച്ചാൽ ഒരു സീനറി വരുന്നുണ്ട്, ഒരു റോഡും കാര്യങ്ങളും എല്ലാം വരുന്നു, ട്രീസ് വരുന്നു, ഒരു കാറും കംപ്ലീറ്റ്ലി ടെക്സ്ചർ ചെയ്ത് വരുമ്പോൾ ഇതുപോലെ റൈറ്റ് സൈഡിൽ കാണുന്ന പോലെ.
3D മോഡൽ ഫൈനൽ ഔട്ട് വരുമ്പോഴത്തേക്ക്. നെക്സ്റ്റ് വരുന്നത് റിഗിങ് ആൻഡ് അനിമേഷൻ വരുന്നുണ്ട്. റിഗിങ് ആനിമേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് റിഗിങ് എന്ന് പറയുന്നത് എന്താ ചോദിച്ചാൽ, നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും മേളിൽ കാണുന്ന ഒരു ഇമേജ് കാണാം. ഒരു നല്ലൊരു എന്തോ ഒരു എന്താ പറയുന്ന ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് വാരിയന്റ് ഡ്രസ്സും റോബോട്ട് ടൈപ്പിലുള്ള മെറ്റാലിക് ഡ്രസ്സും ഒക്കെ ഇട്ടിരിക്കുന്ന ഒരാളാണ്. സോ അയാളുടെ ദേഹത്ത് നമുക്ക് കാണാൻ പറ്റും എന്തോ ഒരു ബോൺ പോലൊരു സാധനം പ്ലേസ് ചെയ്തിരിക്കുന്നത് കാണാം, ഒരു ഗ്രീൻ ലൈൻ വെച്ചിട്ട്. സോ അത് ആക്ച്വലി 3D ഒരു ബോണാണ്, 3D ബോൺ. ഓക്കെ, അപ്പോൾ 3D ബോൺ എന്ന് പറയുമ്പോൾ ആക്ച്വലി അത് ശരിക്കും നമ്മൾ ഈ 3D ഒരു ക്യാരക്ടറിനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ക്യാരക്ടർ നമ്മളൊരു ചപ്പാത്തിക്ക് ഒരു മാവ് കുഴച്ച് വെക്കുമ്പോഴത്തേക്ക് അതിനകത്ത് നമ്മൾ എന്ത് ചെയ്താലും കുഴഞ്ഞിരിക്കും, അങ്ങനെ ഇരിക്കും. ആ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല. സോ അതിനകത്ത് നമ്മൾ ഒരു സിമെന്റിന്റെ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ പോലും നമ്മൾ അതിനകത്ത് ഒരു കൈ പോലത്തെ കുഴച്ചുണ്ടാക്കുന്ന ഒരു തട്ട് തട്ടിയാൽ ഉണങ്ങി കഴിഞ്ഞാൽ അത് ഒടിഞ്ഞു പോകാവുന്നതേ ഉള്ളൂ. ഈ ദർ ഈസ് നോ എന്തിനു പറഞ്ഞ ഒരു കമ്പിയോ കാര്യങ്ങളൊന്നും അതിനകത്ത് ഉള്ളിലില്ലെങ്കിലും, ഓക്കെ, ഒരു മെറ്റാലിക് പീസ് അതിനുള്ളിൽ ഉണ്ടെങ്കിൽ, നമ്മുടെ ബോൺ പോലെ ഒരു മെറ്റാലിക് പീസ് അതിനുള്ളിൽ ഉണ്ടെങ്കിൽ നമ്മൾ കാസ്റ്റ് ചെയ്യുന്ന ഒരു സിമെന്റ് സ്ലാബ് ആണെങ്കിലും സിമെന്റിന്റെ ഒരു സ്ട്രക്ചർ ആണെങ്കിലും എല്ലാം നമ്മൾ സിമെന്റിന്റെ കുറെ ശില്പങ്ങൾ അവിടെ ഇവിടെയൊക്കെ പല പാർക്കുകളിൽ ഉണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം അകത്ത് ഒരു മെഷ് ഉണ്ടാവും, ഇരുമ്പിന്റെ മെഷ്. അതിന്റെ മേലിലാണ് ഇത് കവറപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് അതുപോലെ നിൽക്കില്ല. ഓക്കെ, സോ അതുപോലെ നമ്മളൊരു ഫ്ലഷ് ക്രിയേറ്റ് ചെയ്യുന്നു. ഫ്ലഷ് ആണ് ഇപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഒരു ക്യാരക്ടറിന്റെ ഫ്ലഷ്. ആ ഫ്ലഷിലോട്ട് ഒരു റിഗ് ചെയ്ത് ആ ജോയിൻസ് എവിടെയൊക്കെ വേണം ആ ജോയിൻസ്, നമ്മുടെ ഇപ്പൊ കൈ നമ്മൾ ഒന്ന് ചുരുട്ടുവാണെങ്കിൽ ആ ഒരു ജോയിൻ, ഒരു വിരലിന്റെ മടക്ക് തന്നെ ഒരു 3 മടക്കുണ്ട്. ആ 3 മടക്കിനനുസരിച്ച് നമ്മൾ 3 മടക്കിലുള്ള ബോണും ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മളൊരു ക്യാരക്ടറിനെ ചെയ്യുമ്പോൾ ബോൺസ് എല്ലാം അതുപോലെ പ്ലേസ് ചെയ്യണം. പ്ലേസ് ചെയ്ത് ബോൺസിലാണ് നമ്മൾ കൺട്രോൾസ് കൊടുക്കുന്നത്, അനിമേറ്റ് ചെയ്യാനായിട്ട്, മൂവ് ചെയ്യാനായിട്ട്. ആ ബോൺസിൽ ചെയ്യുമ്പോൾ ബോൺസ് ഈ ഫ്ലഷിനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകും. സോ അതാണ് നമുക്ക് തൊട്ട് താഴെ ലെഫ്റ്റ് സൈഡിൽ ഒരു കുട്ടി നടന്നു കാണുന്നത്. ലെഫ്റ്റ് സൈഡിൽ കോർണറിൽ കാണുന്നത് ഒരു അതിന്റെ സ്കെലറ്റൽ ഏരിയ മാത്രമാണ് കൺട്രോൾ ചെയ്യേണ്ട ഏരിയാസ്. റൈറ്റ് സൈഡിൽ കാണുന്ന ടെക്സ്ചർ അല്ലാത്തൊരു വ്യൂ, പിന്നെ എക്സ്ട്രീം റൈറ്റ് സൈഡിൽ കാണുന്നത് കംപ്ലീറ്റ്ലി ടെക്സ്ചർ ആയിട്ടുള്ള ആ ഒരു ക്യാരക്ടറാണ് കാണുന്നത്. ആ ഷോർട്സ് എടുക്കുന്ന കുട്ടി 3 പേരെ കാണിച്ചു തരുന്നത്. ആൻഡ് ദെൻ റൈറ്റ് സൈഡിൽ സെന്ററിൽ കാണുന്നത് അതിന്റെ ആ ഒരു റോബോട്ട് ക്യാരക്ടർ കാണാൻ പറ്റും, നല്ല മസ്കുലിൻ ആയിട്ടുള്ളത്, ബ്ലാക്ക് കളർ ഇട്ടേക്കുന്നത്. അതിന്റെ 2 കൈ ശ്രദ്ധിച്ചാൽ കാണാം, ഇത് ആക്ച്വലി ബോൺ തന്നെയാണ്. ഇപ്പൊ അടുത്ത് കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് കാണാൻ പറ്റുന്നത്, ക്ലോസ് ആയിട്ട് കാണാറുണ്ട്. 2 കൈയിലുള്ള ഏരിയ അത് ബോൺ ആണ്. ബോൺ ആക്ച്വലി റെൻഡറിങ് നമ്മൾ ഒരു ഫൈനൽ ഔട്ട്പുട്ട് വീഡിയോ എടുക്കുന്ന സമയത്തൊന്നും ബോൺ കാണാൻ പറ്റില്ല എന്ന രീതിയിലാണ്. അപ്പൊ അത് കുറച്ചുകൂടെ നമുക്ക് സൗകര്യമാണ്. ക്യാരക്ടറിന്റെ കൈ മാത്രം അനങ്ങുന്ന പോലെ ഫീൽ ചെയ്യും, ബോൺ കാണില്ല. അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റും, നോട്ട് എ പ്രോബ്ലം. സോ നെക്സ്റ്റ് അത് കഴിഞ്ഞ് കാണുന്നത് റൈറ്റ് സൈഡിൽ കാണുന്നതാണ് കാറിന്റെ ഒരു റിഗിങ്. കാറിന്റെ റിഗിങ് ഇൻ ദ സെൻസ് നമ്മൾ ആക്ച്വലി ഒരു കാറ് അതിനകത്ത് കുറച്ച് ആളുകൾ ഇരിപ്പുണ്ട്. കാർ ഒരു ബമ്പിലൊക്കെ കയറി ഇറങ്ങുമ്പോഴത്തേക്ക് കാറിന്റെ ബോഡി ഒന്ന് അപ്പ് ആൻഡ് ഡൗൺ ആവും. ആ ടയറിന്റെ സൈഡിൽ വെളിയിൽ നിന്ന് ഒരാൾ നോക്കുവാണെങ്കിൽ അവർക്ക് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ കാർ ഫ്രണ്ട് നേരെ പോകുന്ന സമയത്ത് ലെഫ്റ്റ് ടയർ ഒരു ചെറിയ ബമ്പിൽ കൂടെ കയറുന്നു. ആ റൈറ്റ് സൈഡിൽ ആ ബമ്പ് ഇല്ല എങ്കിൽ ആ കാറിന്റെ ഒരു അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ്, ലെഫ്റ്റ് ആൻഡ് റൈറ്റിന്റെ ഒരു ഡയഗണൽ മൂവ്മെന്റും ഒക്കെ കറക്റ്റ് ആണല്ലോ. ആ മൂവ്മെന്റ്സ് ഒക്കെ നമുക്ക് എക്സാക്ട്ലി കൊടുക്കാൻ പറ്റും ഇൻ 3D. സോ അവിടെ നമ്മൾ ചെയ്യണം, അത് കിട്ടണമെങ്കിൽ കാറിന്റെ ആ ടയറും കാറിന്റെ ബോഡിയും എല്ലാം തമ്മിൽ ഒരു റിഗിങ് എന്നുള്ള പ്രോസസ് ചെയ്യണം. അന്നേരം നമുക്ക് അതേ ഇഫക്റ്റ് തന്നെ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ് വാസ് റിഗിങ്. അങ്ങനെ കൊണ്ടുവരാൻ പറ്റുന്ന വെച്ചാൽ ആ ഒരു കണക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അനിമേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അനിമേഷൻ ചെയ്യുമ്പോൾ ബാക്കി അതിന്റെ കൂട്ട് വർക്ക് ചെയ്യേണ്ട പോലെ വർക്ക് ചെയ്തു. സോ അനിമേഷന് റിഗിങ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്. സോ റിഗിങ് കറക്റ്റ് അല്ലെങ്കിൽ അനിമേഷൻ കുഴപ്പമില്ലാതെ മാറും. ഓക്കെ, ഡിഫോംഡ് ആയിട്ടുള്ള ബോണുള്ള ആളുകളെ കുറിച്ച് ആലോചിച്ചാൽ മതി, അവരുടെ പോലെ കറക്റ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ നെക്സ്റ്റ് ലൈറ്റിംഗ് ആൻഡ് റെൻഡറിങ്. ലൈറ്റിംഗ് ആൻഡ് റെൻഡറിങ് എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ആക്ച്വലി കംപ്ലീറ്റ്ലി ഒരു 3D വിതൗട്ട് ടെക്സ്ചർ ആണ്. ലൈറ്റിംഗ് അത്ര ഒന്നും ഇല്ല, ജസ്റ്റ് ഒരു ലൈറ്റ് അവിടെ ഇട്ടിട്ടുണ്ട്, ശരിയാണ്. പക്ഷെ അതിന്റെ കംപ്ലീറ്റ് ഇഫക്റ്റ് നമുക്ക് റൈറ്റ് സൈഡിൽ കാണാം. സോ റൈറ്റ് സൈഡിൽ കാണുന്ന ഇമേജ്, ഈ ഇഫക്റ്റ് കിട്ടുന്നത് ലൈറ്റിംഗ് എന്നൊരു ഓപ്ഷൻ നമ്മൾ ലൈറ്റ്സ് കുറെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം റെൻഡറിംഗ് എന്നുള്ള പ്രോസസ്സ് കവർ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് റൈറ്റ് സൈഡിൽ ഇമേജ് കിട്ടുന്നത്. ദാറ്റ്സ് വൈ ഐ നെയിംഡ് ഇറ്റ് ലൈറ്റിംഗ് ആൻഡ് റെൻഡറിംഗ് എന്ന ഈ ടോപ്പിക്കിനെ നെയിം ചെയ്യാനുള്ള കാരണം. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ ചെയ്ത സാധനത്തിനെ നമ്മൾ ലൈറ്റ്സ് ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് അത് റെൻഡറിംഗ് പ്രോസസ്സ് പ്രസ് ചെയ്യുമ്പോൾ, ഒരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ റെൻഡറിംഗ് പ്രോസസ്സിലൂടെ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ്സിനുള്ളിൽ ആ ഒരു ഇമേജ് ഔട്ട്പുട്ട് വരും. ആ വരുന്ന ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് റൈറ്റ് സൈഡിൽ കാണുന്ന പോലെ വരുന്നത്. ഓക്കെ, സോ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പോലെ ഉള്ളതിനെ റൈറ്റ് സൈഡിലുള്ളത് പോലെ ആക്കി എടുക്കാൻ പറ്റും. റിഫ്ലക്ഷൻസ് കൊടുക്കാം, റഫ്നെസ് കൊടുക്കാം, മാറ്റ് ഫിനിഷ് കൊടുക്കാൻ പറ്റും, ഫാബ്രിക്കിന് കളർ കൊടുക്കാൻ പറ്റും, മെറ്റാലിക് പീസിന്റെ ഒരു ഇഫക്റ്റ് കൊടുക്കാൻ പറ്റും. അങ്ങനെ എല്ലാം ചെയ്യാം. നേരത്തെ കണ്ട ഇന്റീരിയറിന്റെ ആയിരുന്നു, നമ്മളിപ്പോ കാണാൻ പോകുന്നത് ഈ എക്സ്റ്റീരിയറിന്റെ ആണ്. എക്സ്റ്റീരിയറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ട്രീ ഉണ്ട് വിത്ത് ഓൾ മില്യൺസ് ഓഫ് ലീവ്സ്, പിന്നെ അങ്ങനെ കുറെ എൻവയോൺമെന്റ് ഉണ്ട്. അതെല്ലാം പ്രത്യേകം പ്ലേസ് ചെയ്തേക്കുവാണ്, നട്ടുപിടിപ്പിച്ചിരിക്കുകയാണെന്ന് വെച്ചാൽ പ്ലേസ് ചെയ്താൽ വെച്ചാൽ നമ്മുടെ ലൈബ്രറി ഉണ്ടാവണം, അല്ലെങ്കിൽ ട്രീസിനെ ക്രിയേറ്റ് ചെയ്യണം. ഇത് ഏതെങ്കിലും വഴികളിൽ ചെയ്തേക്കുന്നതാണ്. പ്ലേസ് ചെയ്ത് ആ ഒരു ടൗൺ ഏരിയ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്.
നല്ല കഷ്ടപ്പാടുള്ള പണിയാണ്. നമ്മളിപ്പോൾ ഇത് മിനിയേച്ചറായിട്ട് നമ്മൾ ടേബിളിൽ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ എന്ത് ചെയ്യും എന്ന് പറയുന്ന അതേ എഫോർട്ട് എടുത്തിട്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. സോ ആൻഡ് റൈറ്റ് സൈഡിൽ നോക്കുമ്പോൾ ആ റോഡ് നോക്കിയാൽ കാണും, റൈറ്റ് സൈഡിലെ ഇമേജിൽ റോഡ് കണ്ടു. എക്സാക്ട്ലി ആ റോഡിൽ പൊടിയുള്ള ഏരിയ, റോഡിൽ പൊടി ഇല്ലാത്ത ഏരിയ എല്ലാം നമുക്ക് വേർതിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. ആൻഡ് ദൂരോട്ട് നോക്കുമ്പോൾ ആ ഒരു ഫോഗി ഫീല് ആ റോഡിൽ കാണുന്നുണ്ട്. ഇതെല്ലാം സെഡ് ഡെപ്ത് എന്ന് പറയുന്ന ഒരു കാറ്റഗറി, ഒരു ഇഫക്റ്റ് ഉണ്ട്. സെഡ് ഡെപ്ത്, സി അല്ലെങ്കിൽ സെഡ്, XYZ ആ ഒരു പേര് വെച്ചിട്ട് സെഡ് ഡെപ്ത് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഡെപ്ത് കിട്ടാൻ വേണ്ടി ഒരു ഫോഗി ഫീൽ എടുക്കാൻ, അതാണ് റൈറ്റ് സൈഡിൽ ആ റെഡ് കാർ എടുക്കുന്നതിന്റെ ആ ഏരിയയിലോട്ട് കൊടുത്തേക്കുന്നത്. ലൈറ്റിംഗ്സ് ഉണ്ട്. ലൈറ്റിംഗ്സിൽ നമുക്ക് കാണാൻ പറ്റും, ബാർക്ക് കാണാൻ പറ്റും. ബാർക്ക് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഈ ലെഫ്റ്റ് സൈഡിലത്തെ റൈറ്റ് സൈഡിലത്തെ ട്രീയുടെ ബാർക്ക്. അങ്ങനെ ലൈറ്റിംഗ് ഇഫക്റ്റ് കൊടുത്തിട്ടുണ്ട്. ലൈറ്റിംഗ് നമുക്ക് നോക്കുമ്പോൾ ഏകദേശം അറിയാൻ പറ്റും ടൈമിംഗ് എത്ര ആണ്. ടൈമിംഗ് ആണ് രാവിലെ ഒരു 9 മണി 10 മണി ടൈം, ആ ടൈമൊക്കെ പറയാം. ആ രീതിയിലുള്ള ലൈറ്റിംഗ് എന്ന് പറയാം, അല്ലെങ്കിൽ ഈവനിങ് ടൈം എന്ന് പറയാം. സോ നമുക്ക് ഇതുപോലെ ഒരു ആർട്ടിസ്റ്റ് ഇതുപോലെ ചെയ്യുമ്പോൾ ആർട്ടിസ്റ്റിന് ക്രിയേറ്റീവ് ഡയറക്ടർ ആൾക്ക് കൊടുക്കുന്ന ഒരു ടൈം കാണും. ഏകദേശം വൈകിട്ടത്തെ ടൈം, ഒരു 5:30 ടൈം അല്ലെങ്കിൽ ഉച്ചക്കത്തെ ടൈം എന്ന് ടൈം കൊടുക്കും. ആ ടൈമിനനുസരിച്ചുള്ള ലൈറ്റിംഗ് വേണം അവിടെ ഉണ്ടാവാൻ. റെഫറൻസ് ഇമേജ് ഉണ്ടാവും, ഒരെണ്ണം കൊടുത്തിട്ടുണ്ടാവും, അത് വെച്ച് വേണം ചെയ്യാൻ. സോ ലൈറ്റിങ്ങിനെ കുറിച്ച് നല്ലൊരു ഐഡിയ ഉണ്ടാവണം ആളിന്. സോ നെക്സ്റ്റ് കംസ് VFX എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. മെയിൻ ഇമേജിൽ നിങ്ങൾ കാണുന്നത് എന്താ വെച്ചാൽ ആ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒരു റൈറ്റ് സൈഡിലത്തെ ഒരു ഇമേജിൽ കാണുന്നത് ആക്ച്വലി ആക്ട് ചെയ്തേക്കുന്ന ഇയാളാണ്. ഇയാളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ആണ് ആക്ച്വലി ഡേറ്റ ആയിട്ട് അത് കൺവേർട്ട് ചെയ്തിട്ട് ആ ഡേറ്റ റൈറ്റ് സൈഡ് ചെയ്തേക്കുന്ന ആ ഒരു 3D ക്യാരക്ടറിലോട്ട് പ്ലേസ് ചെയ്യുമ്പോഴാണ് ആ ഇഫക്റ്റ് അവിടെ കൊണ്ടുവരാൻ പറ്റുന്നത്. സോ അത് ബേസിക്കലി പറയുമ്പോൾ പെട്ടെന്ന് ഒരൊറ്റ വാക്കിൽ തീരുന്ന കാര്യമല്ലെങ്കിലും ജസ്റ്റ് അതാണ് എക്സ്പ്ലനേഷൻ പറഞ്ഞാൽ. ആൻഡ് ലെഫ്റ്റ് സൈഡ് നിങ്ങൾക്ക് കാണാം മേളിലത്തെ ഇമേജിൽ ക്യാപ്റ്റൻ അമേരിക്കയും പിന്നെ ആ ഒരു ബാക്കിയുള്ള ആളുകളും എല്ലാം നടക്കുന്നത് ഓടുന്നതും താഴെ നോക്കിയാൽ കാണാം. ഫണ്ണിയാണ്. ആ ഒരു റണ്ണിങ് ട്രെഡ്മില്ലിലാണ് റൺ ചെയ്തിരിക്കുന്നത്. അത് പിന്നെ സോഫ്റ്റ്വെയറിൽ കൊണ്ടുവരുമ്പോഴാണ് അത് മാറ്റിയെടുത്ത് നന്നാക്കി എടുത്തുകൊണ്ട് വരുന്നത്. റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം ട്രാൻസിൽവാനിയ എങ്ങനത്തെ മൂവിയാന്ന് തോന്നുന്നു താഴത്തെ ഇമേജ്. അതിൽ കണ്ടില്ല ആള് ഒരു ബ്രീഫ് കേസ് കട്ട് ചെയ്ത് അതിനുള്ളിലൂടെ ഇറങ്ങി നിൽക്കുകയാണ്. പക്ഷെ നമുക്ക് ലെഫ്റ്റ് സൈഡിലെ ഇമേജിൽ എന്താ കാണുന്നത്, ആ ഒരു താഴെ നിന്ന് ഇറങ്ങിച്ച് വരുന്ന പോലെയാണ്. താഴെ ഇൻ ദ സെൻസ് പെട്ടി തുറന്ന് ഇറങ്ങി വരുന്നത് പോലെയാണ് ഇരിക്കുന്നത്. ആക്ച്വലി ബാക്കി ഗ്രീൻ സ്ക്രീനിലുള്ള ഡ്രസ് ഇട്ടിട്ട് അതിനകത്ത് കയറി ഇരുന്നിട്ട് ആ ഗ്രീൻ സ്ക്രീൻ ഇമേജിൽ കട്ട് ചെയ്യും ആക്ച്വലി സോഫ്റ്റ്വെയർസ് വരുമ്പോഴത്തേക്ക്. അപ്പൊ അങ്ങനെ കുറെ ടെക്നിക്കാലിറ്റീസ് ഉണ്ട്. നെക്സ്റ്റ് നമുക്കൊരു വീഡിയോ കാണാം. ഇത് ഒരു 3D വീഡിയോ ആണ്. അപ്പൊ ഇതിലിപ്പോ ഒരു 00 കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പോയി. അത് ആക്ച്വലി പർപ്പസ്ലി കൊടുത്തേക്കുന്നതാണ്. കണ്ടോ, ആൽഫബറ്റ്സ് ആണ്. ആൽഫബറ്റ്സ് എന്ന നമ്പേഴ്സ്, ഡിജിറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ പോയി ഈ ക്യാമറ ആംഗിൾസ് എല്ലാം നമ്മൾ പ്രത്യേകം എടുത്ത് കൊടുത്തിരിക്കുന്ന ആംഗിൾസ് ആണ്. ഇതിപ്പോ ഇതിന്റെ ഈ ഒരു ക്യാരക്ടർ വന്നേക്കുന്നുണ്ട്. ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന വീഡിയോ ഒരു പ്രത്യേക രീതിയിലാണ് ചെയ്തേക്കുന്നത്. ആക്ച്വൽ ക്യാരക്ടർ പോലെ അല്ല, ബട്ട് ക്യാരക്ടർ ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. ഹോസ്പിറ്റലിൽ ഒരു ആന്റി കിടക്കുന്നു. അപ്പൊ ആ കണ്ണിലെ റിഫ്ലക്ഷൻസ് കണ്ടോ, ആ റിഫ്ലക്ഷൻ പ്രത്യേകം കൊടുത്തിരിക്കുകയാണ്. ഫസ്റ്റ് ഫേസ് പ്രീ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ തുടങ്ങുന്ന കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ക്യാരക്ടറിനെ എടുത്തു ഇതുപോലെ തന്നെ ഒരു കോൺസെപ്റ്റ് ഡ്രോയിങ്സ് വരയ്ക്കുന്നു. കോൺസെപ്റ്റ് ഡ്രോയിങ്സ് വരച്ചു കഴിഞ്ഞതിന് ശേഷം അതിനെ ഓരോ ക്യാരക്ടേഴ്സിനെ വരച്ചെടുക്കുന്നു. ഫേസ് 2 പ്രൊഡക്ഷൻ ആണ്. പ്രൊഡക്ഷനിൽ കാണുന്നു ഒരു ക്യാരക്ടർ, ലേഡി ക്യാരക്ടറിനെ എടുത്തു. അത് കോൺസെപ്റ്റ് ആണ്. ആ കോൺസെപ്റ്റ് ക്യാരക്ടർ വരച്ച് കിട്ടിയതിനെ 3D മോഡൽ ചെയ്തെടുത്തു. 3D മോഡൽ ചെയ്തെടുത്തതിന് ശേഷം കാണാമല്ലോ മോഡലിംഗ്. നെക്സ്റ്റ് വരുന്നത് ബോൺ പ്ലേസ് ചെയ്തു. ബോൺ പ്ലേസ് നിങ്ങൾക്ക് കാണാം, റിഗിങ് ആണ്. കണ്ടോ, റിഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ അതിനെ മൂവ് ചെയ്യാൻ പറ്റും. ഡാൻസ് ചെയ്യിപ്പിക്കാം, നടത്താം, വേറെ എന്തെങ്കിലും ഇതുപോലെ തന്നെ ജമ്പിങ് കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കാം. ടെക്സ്റ്റേഴ്സ് ഉണ്ടോ, ടെക്സ്ചറിങ് എന്ന് പറയുമ്പോൾ ടെക്സ്ചറിങ്ങിൽ ഈ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ടെക്സ്ചറിങ് നിങ്ങൾ കണ്ടല്ലോ, ഇത്ര ഏരിയയിൽ ടെക്സ്റ്റേഴ്സ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ക്യാരക്ടർ റെഡിയായി. പിന്നെ അതിനകത്ത് കൂടുതൽ ആനിമേഷൻസ് ആനിമാറ്റിക്സ് ഒക്കെ ചെയ്യുകയാണ്, ആനിമേറ്റ് ചെയ്ത് നോക്കുകയാണ്. പിന്നെ വരുന്നത് ലൈറ്റിംഗ് ആണ്. കണ്ടോ, ലൈറ്റിംഗ് കാണാൻ പല കളേഴ്സ്, ലൈറ്റിന്റെ കളേഴ്സ് ചേഞ്ച് ചെയ്യുന്നു. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സോ അതാണത്. അതുപോലെ തന്നെ വിഷ്വൽ എഫക്ട്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ വിഷ്വൽ എഫക്ട്സ് നമുക്ക് നോക്കാം. അതുണ്ടോ, ഈ കാണുന്ന ഗൺ വരുന്ന സമയത്ത് ഉള്ള ഒരു ഫയർ, ഈ ഫയർ വിഷ്വൽ എഫക്ട്സിൽ ചെയ്യുന്നതാണ്, വേറെ സോഫ്റ്റ്വെയർസിലാണ് ചെയ്യുന്നത്. ഇവിടുത്തെ ലൈറ്റിങ്സ് വേറെയാണ്. ഗൺ ലൈറ്റിംഗ് വേറെ ചെയ്തിട്ട് റൂമിന്റെ ലൈറ്റിംഗ് വേറെയാണ് ചെയ്ത് രണ്ടുകൂടെ പിന്നെ ഒരുമിച്ച് വീഡിയോയിലാക്കുന്നതാണ്. ഓക്കെ, ഇതുപോലെ തന്നെയാണ്. ഒരു സ്റ്റോറിയാണ്. ആ സ്റ്റോറി കാട്ടിലെ ഒരു സ്റ്റോറി പോലെ ചെയ്തേക്കുവാണ്. ഒരു കുറച്ച് ഡൈനോസേഴ്സ് ഉണ്ട്, ടീറക്സ് ഡൈനോസേഴ്സ് ഉണ്ട്. അപ്പോൾ അതിനുള്ള ആ സൈഡിലുള്ള കാർഡ് ക്രിയേറ്റ് ചെയ്ത ട്രീസും കാര്യങ്ങളെല്ലാം സെപ്പറേറ്റ് ക്രിയേറ്റ് ചെയ്തതാണ്. ഈ ചെയ്യുന്നതെല്ലാം ആനിമേഷൻ ചെയ്തേക്കുന്നതാണ്.
അയാളുടെ എക്സ്പ്രഷൻ ഒക്കെ ഉണ്ട്, അതെല്ലാം അങ്ങനെ ചെയ്തേക്കുന്നതാണ്. നെക്സ്റ്റ് 3D ഗെയിംസ്. ഗെയിം ചെയ്യുന്ന സമയത്ത് അതിനകത്തെല്ലാം ഗെയിംസ് ഇപ്പം കുറേ എണ്ണമുണ്ട്. അപ്പോൾ അതിനെല്ലാം ജസ്റ്റ് ഐഡിയ കാണാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അവിടെ കാണാം. ഇതെല്ലാം ഒരു അനിമേഷൻസ് ആണ് കേട്ടോ. വന്നിറങ്ങുമ്പോൾ ആ ഒരു ഡസ്റ്റ് വന്ന് വീഴുന്നു, അങ്ങോട്ട് ചെയ്യുമ്പോൾ അതുകൊണ്ട് സ്കിഡ് ചെയ്യുമ്പോൾ ഒരു ഡസ്റ്റ് വരുന്നുണ്ട്. ഇതെല്ലാം ഇഫക്ട്സ് ആണ്, വിഷ്വൽ ഇഫക്ട്സ് ചെയ്യുന്നതാണ്. ക്യാരക്ടറിന്റെ ഇതിപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ട വീഡിയോ തന്നെയാണ്. ക്യാരക്ടർ പോകുന്നു, ഇവിടെ മാപ്സ് വരുന്നു, ഇതെല്ലാം വിഷ്വൽ ഇഫക്ട്സിൽ ചെയ്യുന്നതാണ്. അതുകൊണ്ടോ ക്യാരക്ടർ സോളിഡ് വയർ ഫ്രെയിം ആണ്, പിന്നെ അത് ഷെയ്ഡഡ് മോഡിലോട്ട് വരുന്നു, ആൻഡ് ദെൻ അത് ഒക്ലൂഷനിലോട്ട് വരുന്നു, പിന്നെ അത് ടെക്സ്റ്റേർഡ് ആവും ക്യാരക്ടറിനെ. ഇതുപോലെ തന്നെ വേറെ കുറെ നിങ്ങൾ കുറച്ചുകൂടെ കണ്ട വീഡിയോയിലുള്ള ക്യാരക്ടേഴ്സ് ആണ്. കാർ ക്രിയേറ്റ് ചെയ്ത് അതിന്റെ റിഫ്ലക്ഷൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരു കാർ വന്നിറങ്ങുമ്പോഴത്തെ ഒരു ഡോക്ടർ ഈ ഒരു സീനിൽ ഒരു ഡോക്ടറാണ് അങ്ങനെ പോകുന്നത്. ഇങ്ങനെ കുറെ അനിമേഷൻസ് ചെയ്യാം. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ലൈറ്റിംഗ് നോക്കുമ്പോൾ കാണാം, കാറിന്റെ ലൈറ്റിംഗ് എക്സാക്ട്ലി നമുക്കൊരു കാറിന്റെ ലൈറ്റിംഗ് പോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു കാർ വരുന്ന നമുക്ക് ലൈറ്റ്സ് വരുന്നുണ്ടോ, അങ്ങോട്ട് തിരിയുന്നു, ലൈറ്റ്സ് അതുപോലെ തന്നെ കയറി പോകുന്നുണ്ട്. ഇതെല്ലാം ആക്ച്വലി നമുക്ക് റിയൽ ലൈഫിൽ ചെയ്യാൻ പറ്റും ഇൻ സോഫ്റ്റ്വെയർ. നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ ഇതും വേറൊരു കാർ അനിമേഷൻ ആണ്. ഓക്കെ ഓക്കെ നെക്സ്റ്റ് നമുക്ക് ഒരു ക്യാരക്ടറിനെ കാണാം. കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. കുറെ ക്യാരക്ടേഴ്സ് ഒരുമിച്ച് പോകുന്നത്. ഇപ്പൊ ഇത്രയും കുറെ ഗെയിംസ് ഉണ്ട്. ആ ഗെയിംസിനുള്ള 2-3 ക്യാരക്ടേഴ്സിനെ ഫൺ ക്യാരക്ടർ ആക്കി എടുത്തു, ഫൺ ടൈപ്പിലോട്ട് മാറ്റിയെടുത്തു. എന്നിട്ട് അതിനെ കൊണ്ടുപോവാണ്. 3 ക്യാരക്ടേഴ്സ്, 3 ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോജക്ട്സ് ആണ്. അപ്പൊ അതിൽ 3 പേര് നോക്കുന്നു. ആ റിഫ്ലക്ഷൻസ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഓരോന്നിന്റെയും ദേഹത്തുള്ള പ്രത്യേകത വേറെ വേറെയാണ്. ആ ഇമോഷൻസ് ആ ക്യാരക്ടർ കാണുന്നുണ്ട്, കണ്ടോ. ഇനി 3 ഡിവൈസസ് കാണും. ഈ 3 ഡിവൈസസ് അതിനെ സ്വാലോ ചെയ്യും. അപ്പം 3 ഡിവൈസസിലോട്ട് വേണ്ടിയുള്ളതാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ വി ക്യാൻ സീ, കണ്ടോ, 3 ടൈപ്പിലുള്ള ഓരോ പ്രോജക്ട്സിന് വേണ്ടി വന്നേക്കുന്നതാണ്. 3 ഗെയിമാണ്. ഇതൊരു ടീറക്സിന്റെ ഒരു വീഡിയോ ആണ്, ആഡ് വീഡിയോ പോലെ. ഇതൊരു ഗെയിമാണ്, ഇതും ഒരു ഗെയിമാണ്. അങ്ങനെ വന്നേക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റിലോട്ട് പോകാം. സോ നമ്മൾ സോഫ്റ്റ്വെയർസ് ഏതൊക്കെ യൂസ് ചെയ്യുന്നത് പറയാം. സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുന്നത് 3ds Max ഉണ്ട്, മായ ഉണ്ട്, ബ്ലെൻഡർ ഉണ്ട്, ZBrush ഉണ്ട്, സബ്സ്റ്റൻസ് പെയിന്റർ ഉണ്ട്, പിന്നെ മാരി, ന്യൂക്ക്, പ്രീമിയർ പ്രോ, ആഫ്റ്റർ എഫക്ട്സ്, ടൂൺ ബൂം, സൗണ്ട് ഫോർസ്. ഇതെല്ലാം ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നതാണ്. എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ഉണ്ടാവില്ല. കൂടുതൽ നമ്മൾ സോഫ്റ്റ്വെയർസ് നമ്മൾ പഠിക്കുന്ന ചെറിയ 3ds Max മായോ പഠിച്ചു കഴിഞ്ഞ ശേഷം ബാക്കി ZBrush, ബ്ലെൻഡർ, സബ്സ്റ്റൻസ് പെയിന്റർ, മാരി, ന്യൂക്ക്, ടൂൺ ബൂം, ഇത്രയും കാര്യങ്ങൾ നമ്മൾ മിക്കവാറും സ്റ്റുഡിയോസിൽ, അനിമേഷൻ സ്റ്റുഡിയോസിൽ ചെന്നിരുന്നിട്ട് അവർ ട്രെയിനിങ് തരുവാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ചെയ്യുമ്പോഴാണ് കൂടുതലും മുന്നോട്ട് നീങ്ങാറ്. നോർമലി ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഇപ്പം വന്നു തുടങ്ങുന്നതേ ഉള്ളൂ. നോർമലി ചെയ്യുന്ന അങ്ങനെയാണ്. സോ 3ds Max മായാണ് 3D സോഫ്റ്റ്വെയർസ്. ബ്ലെൻഡർ എന്ന് പറയുന്നത് വേറൊരു 3D നല്ലൊരു സോഫ്റ്റ്വെയർ ആണ്. ZBrush കുറച്ചുകൂടെ ഒരു കാർവിംഗ്സ് കൊടുക്കാൻ, കൊത്തുപണികൾ കൂടുതൽ ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയർ ആണ് ZBrush ഫോർ 3D. സബ്സ്റ്റൻസ് പെയിന്റർ എന്ന് പറഞ്ഞാൽ ടെക്സ്ചറിങ്ങിന് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. മാരി എന്ന് പറഞ്ഞ ടെക്സ്ചറിങ്ങിന് വേറൊരു സോഫ്റ്റ്വെയർ ആണ്. ന്യൂക്ക് എന്ന് പറഞ്ഞാൽ VFX-ന് പറ്റിയൊരു സോഫ്റ്റ്വെയർ ആണ്, VFX. പ്രീമിയർ പ്രോ, VFX എന്ന് പറയുമ്പോൾ ന്യൂക്ക് 3D സോഫ്റ്റ്വെയർസുമായിട്ട് അറ്റാച്ച് ചെയ്യാൻ നിൽക്കുന്ന ഒരു VFX സോഫ്റ്റ്വെയർ ആണ്. പ്രീമിയർ പ്രോ, ആഫ്റ്റർ എഫക്ട്സ് നിങ്ങൾക്ക് അറിയാം, വീഡിയോ എഡിറ്റിംഗിന് വേണ്ടി. പിന്നെ ആഫ്റ്റർ എഫക്ട്സ് VFX-ന് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. ആഫ്റ്റർ എഫക്ട്സ് മോഷൻ ഗ്രാഫിക്സിന് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. മോഷൻ ഗ്രാഫിക്സ്, ഇൻഫോഗ്രാഫിക്സ് എന്ന് പറഞ്ഞാൽ എക്സ്പ്ലെയിനർ വീഡിയോസ് ചെയ്യുമ്പോൾ 2D ഒബ്ജക്ട്സിനെ വെച്ചിട്ടുള്ള ആനിമേഷൻസ് ചെയ്യാനായിട്ട് ആഫ്റ്റർ എഫക്ട്സ് യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് VFX യൂസ് ചെയ്യാറുണ്ട്. കറക്റ്റ് പറഞ്ഞാൽ ക്യാമറ ട്രാക്കിംഗ്, ട്രാക്ക് മാറ്റ്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതിനകത്ത് ചെയ്യാൻ പറ്റും. റോട്ടോസ്കോപ്പി എല്ലാം ചെയ്യാൻ പറ്റും ആഫ്റ്റർ എഫക്ട്സിനുള്ളിൽ. പക്ഷേ ലിമിറ്റ്സ് ഉണ്ട്. ന്യൂക്ക് ആകുമ്പോൾ ആ കാര്യത്തിൽ ബെസ്റ്റ് ആണ്. സോ ടൂൺ ബൂം എന്ന് പറഞ്ഞാൽ വേറൊരു 3D സോഫ്റ്റ്വെയർ ആണ്. ഇതിനകത്ത് നമുക്ക് 2D സോഫ്റ്റ്വെയർസും 2D അനിമേഷൻസ് ചെയ്യാം. സൗണ്ട് ഫോർജ് 2D ഡിസൈൻ ചെയ്യാം. 2D ഡിസൈൻസ്. സൗണ്ട് ഫോർജ് എന്ന് പറഞ്ഞാൽ ഓഡിയോ ഡിസൈൻ ചെയ്യാനുള്ളതാണ് സൗണ്ട് ഫോർജ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പോകുന്നത് ഇൻഡസ്ട്രി ആപ്ലിക്കേഷനിലോട്ടാണ്, ആർക്കിടെക്ചറൽ ഫീൽഡിലോട്ടാണ്. ഇപ്പൊ നമ്മളിപ്പോൾ ഇത്രയും ചെയ്ത സോഫ്റ്റ്വെയർസും ഗ്രാഫിക്സും ആനിമേഷനും എല്ലാം പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു. സോ അതിൽ നമ്മുടെ ഫീൽഡ് ഏതിലോട്ടാണ് പഠിച്ചു കഴിഞ്ഞാൽ ആ ഫീൽഡ് ഏതൊരു ഫീൽഡ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പോകാം. ഇൻഡസ്ട്രി ആപ്ലിക്കേഷൻസ്, എക്സ്റ്റീരിയർ ഡിസൈനിങ് ഓഫ് ആർക്കിടെക്ചറൽ ഫീൽഡ് ആദ്യം പറഞ്ഞു കഴിഞ്ഞു. ആർക്കിടെക്ചറൽ ഫീൽഡിൽ എക്സ്റ്റീരിയറിൽ ഡിസൈൻ ചെയ്യാം, ഇന്റീരിയർ ഡിസൈൻ ചെയ്യാം, ആൻഡ് ഇതുപോലത്തെ കൺസ്ട്രക്ഷൻസിന്റെ കാര്യങ്ങൾ ഡിസൈൻ ചെയ്യാം, സിവിൽ കൺസ്ട്രക്ഷൻസ് ഡിസൈൻ ചെയ്യാനായിട്ട് ഫീൽഡിൽ പോകാം. അങ്ങനത്തെ ഒരു ഫീൽഡിൽ വേക്കൻസീസ് ഉണ്ട്. ദെൻ ഇൻഡസ്ട്രി ആപ്ലിക്കേഷൻ നെക്സ്റ്റ് വരുന്നത് മീഡിയ ആൻഡ് ഫിലിം ഇൻഡസ്ട്രിയിൽ വരുന്നുണ്ട്. പിന്നെ ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്.
ക്രീച്ചേഴ്സ് ഇതെല്ലാം നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വിഷ്വൽ എഫക്ട്സിൽ ചെയ്യേണ്ട കാര്യങ്ങൾ വരുന്നുണ്ട്. ദെൻ അഡ്വർടൈസ്മെന്റ്സിൽ നമുക്ക് വേക്കൻസീസ് ഉണ്ട്. മീഡിയ 3D ക്യാരക്ടർ ചെയ്യുന്നവർക്ക് 3D അനിമേഷൻ ചെയ്യുന്നവരുടെ കാര്യം പറയുന്നത്. 3D അനിമേഷൻ ചെയ്യുന്നവർക്ക് ആക്ച്വലി ഇതും അണ്ടർസ്റ്റുഡ് ആണ് ഗ്രാഫിക് ഡിസൈനിങ് അറിഞ്ഞിരിക്കണം. കാരണം അവരുടെ കോഴ്സിൽ ഇൻക്ലൂഡഡ് ആണ്. നോർമലി ഉള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ഉള്ള അനിമേഷൻ കോഴ്സസിൽ ഗ്രാഫിക് ഡിസൈനിങ് ഇൻക്ലൂഡഡ് ആണ്. സോ ദാറ്റ്സ് എ മസ്റ്റ്. ഇൻഡസ്ട്രി ആപ്ലിക്കേഷൻസ് ഗെയിം ഇൻഡസ്ട്രീസിൽ വരുന്നുണ്ട്. ആർട്ട് ഡയറക്ഷൻ വരുന്നുണ്ട്. ആർട്ട് ഡയറക്ഷൻ നേരത്തെ പറഞ്ഞു, DOP പറഞ്ഞിരുന്നു. ലേ ഔട്ട് ആർട്ടിസ്റ്റ് ഒക്കെയാണ് ഇത് ഈ ഒരു താഴെ കാണുന്ന ഇമേജ് പോലത്തെ ഇമേജ് ആദ്യം ഡിസൈൻ ചെയ്യുന്നത്, എന്നിട്ടാണ് ക്യാരക്ടേഴ്സിന് ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇൻഡസ്ട്രി ആപ്ലിക്കേഷൻസ് വരുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ വരുന്നുണ്ട്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ വരുന്നുണ്ട്, ഇലക്ട്രോണിക്സിൽ വരുന്നുണ്ട്, പിന്നെ മെഡിക്കൽ പ്രസന്റേഷൻസിൽ വരുന്നുണ്ട്, മെഡിക്കൽ സർജറീസിൽ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ കുറെ സ്ഥലങ്ങളിൽ ആ ഒരു കാര്യങ്ങൾ എടുത്തു പറയേണ്ടി വരുന്നുണ്ട്. നെക്സ്റ്റ് ഇൻഡസ്ട്രി ആപ്ലിക്കേഷൻസ് പറഞ്ഞാൽ ഡിഫൻസിന്റെ ഡിപ്പാർട്ട്മെന്റ്സിൽ വരുന്നുണ്ട്, പിന്നെ പബ്ലിക് ഡിപ്പാർട്ട്മെന്റ്സിൽ വരുന്നുണ്ട്, പിന്നെ ഇതുപോലെ തന്നെ ഉള്ള ടൂറിസം ആൻഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്സിൽ വരുന്നുണ്ട്. നെക്സ്റ്റ് പറയുവാണെങ്കിൽ നമുക്ക് ഉള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയൊക്കെ വരാം, നമുക്ക് ഏതൊക്കെ പോസ്റ്റിന് അപ്ലൈ ചെയ്യാം. സോ ഫസ്റ്റ് ഒരു മോഡലിംഗ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും, ഞാനൊരു മോഡലിംഗ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത് ഒരു വെഹിക്കിൾ മോഡലർ ആയിരിക്കണം, അല്ലെങ്കിൽ പ്രോപ്സ് മോഡലർ ആയിരിക്കണം. എന്ന് വെച്ചാൽ രണ്ട് ടൈപ്പ് ഓഫ് മോഡലേഴ്സ് ഉണ്ട്. ഓർഗാനിക് മോഡലിംഗ് ചെയ്യുന്ന ആളുകളുണ്ട്, ഇൻഓർഗാനിക് മോഡലിംഗ് ചെയ്യുന്ന ആളുകളുണ്ട്. എന്ന് വെച്ചാൽ ജീവനുള്ള വസ്തുക്കളെ ചെയ്യുന്ന ആളുകൾ, ജീവനുള്ള വസ്തുക്കൾ ആനിമൽസ് ആകാം, ക്രീച്ചേഴ്സ് ആകാം, ഒരു ഹ്യൂമൻ ബോഡി ആകാം, ഹ്യൂമൻ ക്യാരക്ടർ ആകാം, ഇതും ആകാം. ഇനി അങ്ങനെ അല്ലാത്തത് പറയുമ്പോൾ വാച്ച് ഒരു മോഡലാണ്, റിസ്റ്റ് വാച്ച്, ഒരു ബൂട്ട്, പിന്നെ ഗണ്ണ്, വെപ്പൺസ് എല്ലാം, അതുപോലെ തന്നെ ടേബിൾ, ചെയർ, ഹൗസ്, ഇങ്ങനത്തെ കാര്യങ്ങൾ, മെഷീനറി പാർട്സ്, ഇതൊക്കെ ചെയ്യുന്നവരെല്ലാം മോഡലിംഗ് ആർട്ടിസ്റ്റ് എന്ന് പറയും. രണ്ട് ടൈപ്പ് മോഡലിംഗ് ആർട്ടിസ്റ്റ് ഉണ്ട്. നെക്സ്റ്റ് ലൈറ്റിംഗ് ആർട്ടിസ്റ്റ് ലൈറ്റിംഗ് ചെയ്യുന്നത്. അപ്പൊ ലൈറ്റിംഗ് ആർട്ടിസ്റ്റ് ഈ മോഡൽ കൊടുത്തിട്ട് ഇന്ന മൂഡിലുള്ള ലൈറ്റ്സ് വേണം എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ രീതിയിൽ ലൈറ്റിംഗ് ആർട്ടിസ്റ്റ് ലൈറ്റ് ചെയ്ത് കൊടുക്കും. റെൻഡറിംഗ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ റെൻഡറിംഗ് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് ഈ ഔട്ട്പുട്ട് എടുക്കാൻ വേണ്ടിയാണ്. നോർമലി ലൈറ്റിംഗ് റെൻഡറിംഗും അസോസിയേറ്റ് ചെയ്ത് പോകുന്ന രണ്ട് ഒരേപോലെ സിമിലാരിറ്റീസ് ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റ്സ് ആണ്. ലൈറ്റിംഗ് റെൻഡറിംഗ് അടുത്തടുത്തുള്ള ഫീൽഡാണ്. ലൈറ്റിംഗ് കഴിഞ്ഞാൽ റെൻഡറിംഗ് ചെയ്യുന്നത് കൊണ്ട് രണ്ടും ഒരുമിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. മോഡലിംഗും ടെക്സ്ചറിംഗും ഒരുമിച്ച് പോകും. അങ്ങനെ ക്യാരക്ടർ അനിമേറ്റർ എന്ന് പറഞ്ഞ പേര് പോലെ തന്നെ ക്യാരക്ടർ മോഡലർ അല്ല ആള്, ക്യാരക്ടർ അനിമേറ്റർ മാത്രമേ ആനിമേഷൻ മാത്രമേ ആൾ ചെയ്യുള്ളൂ. ലേഔട്ട് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡയറക്ടറാണ്. ആ ഒരു വീഡിയോയുടെ അല്ലെങ്കിൽ ആ ഒരു ഗെയിമിന്റെ ഡയറക്ടർ ആയിരിക്കും ആ പുള്ളി. ലേഔട്ട് ആർട്ടിസ്റ്റ് ആളായിരിക്കും തീരുമാനിക്കുന്നത് എങ്ങനത്തെ ക്യാമറ ആംഗിൾസ് വേണം, എന്തൊക്കെ കാര്യങ്ങൾ അവിടെ വേണം, എത്ര ദൂരെ നിന്നുള്ള വ്യൂസ് വേണം, അങ്ങനെയൊക്കെ. ഡിജിറ്റൽ സ്കൾപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഒരു ശില്പം കൊത്തിയെടുക്കുന്നത് പോലെ ഒരു മോഡലിനെ അത്ര ഡീറ്റെയിൽസോട് കൂടി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ആളാണ് ഡിജിറ്റൽ സ്കൾപ്റ്റർ. ഓക്കെ, റിഗിംഗ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ ഒരു ബോൺ ഫിക്സ് ചെയ്യുന്നത്, ഒരു ക്യാരക്ടറിലോ ഒരു വെഹിക്കിളിലോ ബോൺ അല്ലെങ്കിൽ കൺട്രോൾസ് ഫിക്സ് ചെയ്യുന്ന ആളിനെ റിഗിംഗ് ആർട്ടിസ്റ്റ് എന്ന് പറയും. അതുപോലെ ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്, അത്രയ്ക്ക് പാടുള്ള കാര്യമാണ്. എഫക്ട്സ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു റോക്കറ്റ് അല്ലെങ്കിൽ ഒരു അതുപോലെ എന്തെങ്കിലും ഡിവൈസ് അല്ലെങ്കിൽ കാർ ചെയ്യുമ്പോൾ അതിന്റെ പുറകിലുള്ള എക്സോസ്റ്റ് ഏരിയയിലുള്ള സ്മോക്ക്, ഫ്യൂംസ്, അല്ലെങ്കിൽ എന്താ പറയാ ഫയർ, അങ്ങനെയുള്ള എല്ലാ ഇഫക്ട്സും, വെള്ളം, വായു, പിന്നെ തീ, ഇതുപോലത്തെ കാര്യങ്ങളെല്ലാം ഡൈനാമിക്സിൽ വരും. അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നതാണ് എഫക്ട്സ് ആർട്ടിസ്റ്റ്. ഫോട്ടോ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ട് ഒരു വീഡിയോയുടെ ഫ്രെയിംസ് എടുത്തിട്ട് അതിനെ എഡിറ്റ് ചെയ്യുന്ന ആളാണ്. ഫ്രെയിം ബൈ ഫ്രെയിം സെൻസ് ഒരാൾ ഇങ്ങനെ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി എന്ന് പറയുന്ന ആ ഒരു എക്സ്പ്രഷൻ വരുമ്പോൾ അതിനകത്തൊരു 18 ഫ്രെയിംസ് അല്ലെങ്കിൽ 24 എന്ന് പറയുമ്പോൾ അതിന് 24 ഡബിൾ വരും. ഒരു സെക്കൻഡിൽ 24 ഫ്രെയിംസ് ആണ് കവർ ചെയ്യുന്നത്. ഓക്കെ, അന്ന് പറയുന്നത്. അപ്പൊ ആ ഫ്രെയിംസിനെ എല്ലാം എടുത്ത് സെപ്പറേറ്റ് ഡിസൈൻ ചെയ്യുന്ന ആളാണ് ഫോട്ടോ ആർട്ടിസ്റ്റ്. മാച്ച് മൂവർ എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ അത്ര ഏരിയയിൽ സെപ്പറേറ്റ് ആയിട്ട് ഡിസൈൻ ചെയ്തിട്ട് CG ഇൻ ദ സെൻസ് 3D ചെയ്ത ഒരു സാധനത്തിനെ ലൈവായിട്ടുള്ള ഒരു ഫീൽഡുമായിട്ട് ബന്ധപ്പെടുത്തി ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ക്യാരക്ടറിനെ 3D ഉണ്ടാക്കി അതിനെ നമ്മുടെ നാട്ടിൽ കൂടെ നിങ്ങളുടെ റോഡിലൂടെ നടത്തണമെങ്കിൽ ആ ചെയ്യുന്ന ആളിനെ മാച്ച് മൂവർ എന്ന് പറയും. വീഡിയോ എഡിറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്ത് അതിന്റെ കളർ കറക്ഷനിലാണ് ചെയ്യുന്ന ആള്. മോഷൻ ഗ്രാഫിക്സ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഇൻഫോഗ്രാഫിക്സ്. ഇപ്പൊ നമ്മൾ റൈറ്റ് സൈഡ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് കാണുന്ന ഏരിയ മുഴുവൻ ഇൻഫോഗ്രാഫിക്സ് ആണ്, വരച്ചു വെച്ചേക്കുന്ന കുറെ സാധനം, അത് വെച്ചുള്ള അനിമേഷൻസ് ആണ് മോഷൻ ഗ്രാഫിക്സ് ആർട്ടിസ്റ്റ് ചെയ്യുന്നത്. കോമ്പോസിറ്റർ എന്ന് പറഞ്ഞാൽ കളർ കറക്ഷൻ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന കമ്പോസ് ചെയ്യുന്ന ഒരാള്, കുറെ വീഡിയോസ് ഒക്കെ എടുത്തിട്ട് കമ്പോസ് ചെയ്യാം. അങ്ങനെ ഓൺട്രപ്രണർഷിപ്പ് വരുന്ന ഒരു കാര്യം വരുന്നത്. ഓൺട്രപ്രണർ ആവാൻ പറ്റും ഒരു അനിമേഷനിൽ, നമുക്ക് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇനിയിപ്പോൾ നമുക്ക് പറയാനുള്ള കാര്യം ഇതാണ്, വാല്യൂ ദ സ്കിൽ യു ഹാവ്. അപ്പോൾ നിങ്ങളുടെ സ്കിൽ എന്താണോ അതിനെ വാല്യൂ ചെയ്യുക, അതിന് വാല്യൂ കൊടുക്കുക, അതിനനുസരിച്ച് അതിനെ മോഡിഫൈ ചെയ്യുക, നർച്ചർ ചെയ്യുക, നറിഷ് ചെയ്യുക. അപ്പോൾ അതാണ് ഫൈനലി നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. ഏത് ഫീൽഡിൽ പോകണം, എങ്ങനെ പോകണമെന്ന് നിങ്ങളുടെ തീരുമാനങ്ങളാണ്. പക്ഷെ ഇവിടെ നോക്കിയിട്ട് ഇതിനകത്ത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതിലോട്ട് നിങ്ങൾ പോകണം. ആ ഫീൽഡിലോട്ട് നിങ്ങളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക, ആ സ്കിൽസ് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ഓക്കെ,